അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗമൊക്കെ ആകെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ കുറെ കാലമായി എൻ്റെ ഡ്യൂട്ടിയോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോവിഡ് ഒക്കെ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഇതിലൊക്കെ പങ്കെടുക്കാം, ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫ്രീ ടൈം കുറവാണ്, അല്ലെങ്കിൽ ജോലിയുടെ ടൈമുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. വന്നാലിരുന്നാൽ തന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഷെയറിങ് കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. എനിക്കത് തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഞാനും ഒരു നിങ്ങളെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു ആൽക്കഹോളിക് തന്നെയാണ്. നമുക്ക് ഇന്നത്തെ വിഷയം രേഷേട്ടൻ പറഞ്ഞു, ഒരു പുതിയ ആളെത്തിയാൽ അല്ലെങ്കിൽ മറ്റ് മദ്യാസക്തരോട് നമ്മൾ എടുക്കേണ്ട സമീപനം എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, ഇതൊക്കെയാണ്. എന്നാൽ ഞാൻ ഒരു കഥ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കഥയോടുകൂടി നമുക്കത് ആരംഭിക്കാം. അത് 1941 നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ആണുങ്ങൾ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ആളുകൾ മാത്രമാണ് കൂടുതലായി നമ്മുടെ അംഗങ്ങളായി വന്നുള്ളായിരുന്നു. പിന്നീട് സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഫ്ലോറൻസ് മാർട്ടിമൻ തുടങ്ങിയ പല ആളുകളും വന്നു. ഈ ഫ്ലോറൻസിനോട് പോലും ഒരു സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ വരുമ്പോൾ ഉണ്ടാകാനിടയായിട്ടുള്ള റൊമാൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമോ എന്ന് ഡോക്ടർ ബോബ് പോലും ഭയപ്പെട്ടിരുന്നു. അവസാനം ഫ്ലോറൻസിനോട് അവിടെ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും, ഫ്ലോറൻസ് വേറൊരു സ്ഥലത്ത് പോയി മീറ്റിംഗ് ഒക്കെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവള് സ്ലിപ്പായി. ഈ നമ്മുടെ പടിഞ്ഞാറൻ അമേരിക്കയില് ഒരു സ്ത്രീ വന്നു അവരുടെ മീറ്റിങ്ങിൽ. ഇർമ ലിവോണി എന്നാണ് അവളുടെ പേര്, ഇർമ ലിവോണി. അവര് വഴി സോബറായി, അവളൊരു ജോലിയൊക്കെ കണ്ടെത്തി, ഒരു വീടൊക്കെ സ്വന്തമാക്കി, അവളുടെ ജീവിതം തിരികെ പിടിച്ചു. റിക്കവർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വീണ്ടെടുക്കൽ എന്നാണ്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കൽ എന്നാണ്. അപ്പൊ ജീവിതം തിരിച്ചു പിടിച്ചു, റിക്കവറായി. എന്നാല് ഈ ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പൊ 1941 ഡിസംബർ 5 അവിടെയുള്ള ലോസ് ഏഞ്ചൽസിലെ അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് അവൾക്കൊരു ലെറ്റർ അയക്കുകയാണ്. നിങ്ങൾ ഇനി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിനി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഡിസംബർ 15 ഞങ്ങളെ കാണണം. അപ്പൊ ഡിസംബർ 5 ലെറ്റർ കിട്ടുക. അപ്പൊ ഡിസംബർ 15, 10 ദിവസം അവർക്ക് സമയം കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങളുടെ അംഗത്വം അവസാനിക്കുന്നതായി ഞങ്ങൾ കണക്കാക്കുമെന്നും കൂടി അതിനകത്ത് എഴുതി ചേർത്ത്. ഡിസംബർ 5 ലെറ്റർ അവരയക്കുന്നു. ഡിസംബർ 8 ആയപ്പോഴത്തേക്ക് അമേരിക്കയിലെ യുദ്ധം പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആർക്കും പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്നില്ല. മീറ്റിങ്ങുകൾ നിന്നുപോയി. അല്ലെങ്കിൽ ഇവള് വീണ്ടും കുടിച്ച് ആത്മഹത്യ ചെയ്തു. ഏതായാലും മദ്യപാനത്തെ തുടർന്നാണ് അവൾ മരിച്ചത്. നോക്കണം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ കടന്നു വന്ന ഒരാളുടെ അംഗത്വം നമ്മൾ നിഷേധിച്ച ഒരു ചരിത്ര സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ യുദ്ധം, പോൾ ഹാർബർ യുദ്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇയർ ഒന്നും പറയാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല. ഇവിടെ വെച്ച് ബിൽ ഡബ്ല്യു വീണ്ടും ഒരു 3 കാര്യങ്ങൾ ട്രഡീഷൻ 3യുടെ ഭാഗമായിട്ട് എഴുതി ചേർത്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ആ കാര്യങ്ങള്? ജഡ്ജ്, ജൂറി ആൻഡ് എക്സിക്യൂഷണർ. ഈ മൂന്നാം പടിയിൽ പറയുന്ന ഭാഗമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ, ഹു ഡയർ ടു ബി ജഡ്ജ്, ജൂറി ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഹിസ് ഓൺ സിക്ക് ബ്രദർ. അതായത് നമ്മൾ തന്നെ രോഗബാധിതനായ സഹോദരന്റെ ന്യായാധിപനും വിധികർത്താവും ശിക്ഷാകർത്താവും ആകാൻ ആരാണ് ധൈര്യം കാണിച്ചത്? അതാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. അപ്പോ ന്യായാധിപനാകരുത്, അയാളെ ശിക്ഷ വിധിക്കുന്ന ഒരു വിധികർത്താവായിട്ട് മാറരുത്, ആ ശിക്ഷ നടപ്പിലാക്കുന്ന കമ്മിറ്റിയിലെ അംഗമായി അല്ലെങ്കിൽ ആരാച്ചാരാകരുത് എന്നാണ് ഈ ഒരു അനുഭവം നമ്മളെ പഠിപ്പിച്ചത്. എയുടെ തുടക്കകാലത്ത് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെ ആളുകൾ, അയാൾ എങ്ങനെയാണ്, അവന്റെ ഒരു ജീവിതത്തെയൊക്കെ വിലയിരുത്തി യോഗ്യനാണ് യോഗ്യനല്ല എന്നുള്ള രീതിയിലൊക്കെ തരംതിരിച്ചിരുന്നു. ഇർമ ലിവോണിയുടെ കഥയിലും അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. അവളെ പുറത്താക്കി, അവൾ വീണ്ടും മദ്യത്തിലേക്ക് വഴുതി വീണു, വീണ്ടും അവൾ മരിച്ചു.
ഈ മരണം നമ്മൾ ബിൽ ഡബ്ല്യുവിനെയും മറ്റംഗങ്ങളെയും വലിയ ആശയക്കുഴപ്പത്തിലാക്കുകയും അപ്പോൾ ഒരാളുടെ ജീവിതം ന്യായം പറഞ്ഞുകൊണ്ടോ അവനെ വിധിച്ചുകൊണ്ടോ ശിക്ഷിച്ചുകൊണ്ടോ എക്ക് പുറത്താക്കാനായിട്ട് ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് ട്രഡീഷൻ 3 നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മളുടെ അംഗങ്ങൾ ന്യായാധിപന്മാരല്ല, നമ്മൾ എല്ലാവരും സഹയാത്രികരാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും സഹാനുഭൂതിയോടെ സ്വീകരിക്കുന്നത്. സ്നേഹവും സഹനവുമാണ് നമ്മുടെ നിയമസംഹിത. അപ്പോൾ ചുരുക്കത്തിൽ ട്രഡീഷൻ 3 എന്താണ് പറയുന്നത്? എയിൽ അംഗത്വത്തിനുള്ള ഏക ആവശ്യം മദ്യപാനം നിർത്താനുള്ള ആഗ്രഹമാണ്. ഈ കഥ പറഞ്ഞ ശേഷം നമുക്ക് ട്രഡീഷൻ 3 ബിൽ ഡബ്ല്യു ഒരു നവാഗതന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓരോ നവാഗതനും താനൊരു മദ്യപാനിയാണെന്ന് തീരുമാനിക്കുവാനും ഞങ്ങളുടെ അംഗമാകാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ വിട്ടുകൊടുത്തത് എന്തെന്നായിരുന്നു. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗമാകാനുള്ള സ്വാതന്ത്ര്യം അവന് നമ്മൾ വിട്ടുകൊടുത്തു. എല്ലായിടത്തുമുള്ള സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും രീതികൾക്ക് വിപരീതമായി എയിലെ ഓരോ അംഗത്തെയും നമ്മൾ ഒരിക്കലും ശിക്ഷിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. എന്തെങ്കിലും നൽകുന്നതിനോ എന്തെങ്കിലും വിശ്വസിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരിക്കുന്നതിനോ ഒരിക്കലും നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ലെന്നും പറയാൻ നമ്മൾ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നു. അപ്പൊ ഇവളുടെ കഥയിൽ നിന്നാണ് ഇവരിങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നിഷേധിച്ച് എന്താണ് പറ്റുന്നത്? രക്ഷപ്പെടാനുള്ള ഒരു മദ്യപാനിയുടെ മുഴുവൻ സാധ്യതയും നമ്മൾ എടുത്തു കളയുന്നത് ചിലപ്പോൾ അവന് മരണശിക്ഷ വിധിക്കുന്നതിന് തുല്യമായിരിക്കുകയും അല്ലെങ്കിൽ മിക്കപ്പോഴും അന്തമില്ലാത്ത ദുരിതത്തിലേക്ക് അവനെ തള്ളിവിടുകയാണെന്ന അവസാന അനുഭവം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. തന്റെ തന്നെ രോഗിയായ സഹോദരന്റെ ന്യായാധിപനാകാനും ന്യായാധിപ സമിതിയിലെ അംഗമാകാനും പിന്നെ ആരാച്ചാരാകാനും ആര് ധൈര്യപ്പെടും? നമുക്കറിയാം ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ. വർഷക്കാലം അല്ലെങ്കിൽ കുറേ വർഷക്കാലം, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10 വർഷക്കാലം മദ്യപാനത്തിന്റെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ 5 വർഷക്കാലം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എൻ്റെ ഡോക്ടർ ഇന്ന് തന്നെ നിന്നെ ICUയിൽ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് ICUയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. ICUയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം എൻ്റെ ലങ്സിന് ചുറ്റും വെള്ളം ടാപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. പുറകിലൂടെ ഒരു സൂചിയൊക്കെ കുത്തിയിറക്കി അവർ ടാപ്പ് ചെയ്യുന്നെടുക്കുന്നുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ മദ്യപിച്ചാൽ നീ മരിച്ചു പോകും. ഭയം കൊണ്ട് 4 വർഷക്കാലം ഞാൻ മദ്യപാനം നിർത്തി. എല്ലാ ദിവസവും മരുന്ന് കഴിച്ചു. മാസത്തിൽ ഒരിക്കൽ പോയി ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ആ 4 വർഷം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് വൈൻ അടിച്ചു. കൂട്ടുകാരൻ വൈൻ കൊണ്ടുവന്നു, ഞാൻ ആ വൈൻ കുടിച്ചു. വീണ്ടും ഞാൻ 5 വർഷക്കാലം വീണ്ടും ആ രോഗത്തിലേക്ക് തിരികെ പോയി. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നത്. ഇപ്പോൾ ഞാൻ 16ാമത്തെ വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ എയിൽ എത്തുമ്പോൾ 6 മാസത്തെ കാലത്തേക്ക് കൂടി നിർത്തണമെന്നുള്ളൊരു വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്ഥിരമായി കൂടി നിർത്തണം അല്ലെങ്കിൽ ആജീവനാന്തം കൂടി നിർത്തണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ ഭാര്യയുടെ നിരന്തരമായ സമ്മർദ്ദം, അമ്മയുടെ നിർബന്ധം, എൻ്റെ ബന്ധുക്കളുടെയും അളിയന്മാരുടെയും അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഇൻ ലോസ് ഒന്നും കുടിക്കുകയല്ല. അവരൊക്കെ വളരെയധികം നിർബന്ധിച്ചു എങ്ങനെയെങ്കിലും നിർത്തിയേട്ടാന്ന്. ഇവിടെ അങ്ങനെ ഞാൻ എയിലെത്തി. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസ് പറയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധരായിട്ടുള്ള ആൽക്കഹോളിക്, അതായത് അതായത് യാചിച്ച് മദ്യപിക്കാത്ത അവരെ പ്രവേശിപ്പിക്കാം. അതിന് 3-ാം പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം ശുദ്ധ മദ്യപാനികൾ എന്ന് വിചാരിച്ചവരെ അംഗമാക്കാൻ തുടങ്ങി. അതായത് അവരെ ശുദ്ധ മദ്യപാനികളല്ലെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആരെയും എയിൽ പ്രവേശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. ആരാണ് ഈ ശുദ്ധ മദ്യപാനികൾ? പക്ഷേ ശുദ്ധ മദ്യപാനികൾ എന്ന് അവരുദ്ദേശിക്കുന്നത് ഭിക്ഷാടനം നടത്താത്തവർ, തെണ്ടുകളല്ലാത്തവർ, ഭ്രാന്താലയത്തിലെ അന്തവാസികളല്ലാത്തവർ, തടവുകാരല്ലാത്തവർ, സ്വവർഗാനുരാഗികളല്ലാത്തവർ, വെറും ഭ്രാന്തന്മാരായവർ, അഭിസാരികമാരായവർ, ഇങ്ങനെ ഒരു തസ്തിക കൊടുത്തേക്കാണ്. ഇവരിലൊന്നും പെടാത്ത കുറെ ആളുകളെ നമുക്ക് പ്രവേശിപ്പിക്കാം. അതിനുശേഷം ബിൽ ഡബ്ല്യു അതിനകത്ത് എഴുതിയേക്കാണ്, അതെ സാർ, ശുദ്ധരായ ആദരണീയനായ മദ്യപാനികളെ മാത്രമാണ് ഞങ്ങൾ സേവിക്കുന്നത്. അതെ സാർ. സാർ എന്ന് വിളിക്കുന്നത് ഒരു കളിയാക്കുന്ന മട്ടിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹലോ സാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ നശിപ്പിക്കും, അവർ നമ്മൾ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ എയ്ക്ക് ചുറ്റും ഒരു കമ്പിവേലിയൊക്കെ സൃഷ്ടിക്കാൻ നോക്കി.
പക്ഷെ പിന്നീട് നമ്മൾ ട്രഡീഷൻ 3 വന്നതിന് ശേഷം എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനമാണ്. ആരാണ് ഈ മറ്റുള്ളവർ? ഇപ്പോൾ ബാറിലും ബ്രാൻഡിക്കടയിലും അല്ലെങ്കിൽ ഇപ്പോഴും ഈ ദുരിതത്തിൽ തുടരുന്ന ആളുകളാണോ? അവർ മാത്രമാണോ? അപ്പോ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം, വർക്കിംഗ് വിത്ത് അതേഴ്സ്, ഈ അതേഴ്സ് ആരാണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഇന്നിപ്പോ ഈ മീറ്റിംഗിൽ ഞാൻ ഉൾപ്പെടെ 71 പേരുണ്ട്. നമ്മളെല്ലാം പരസ്പരം മറ്റ് മധ്യാസക്തരാണ്. കാരണം നമ്മൾ ഒരു പൊതു ബോധത്തോടു കൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മള് എയുടെ ഉള്ളിലുള്ളവരും ഇനി വരാനിരിക്കുന്നവരും ഇനി വരേണ്ടിയിരിക്കുന്നവരെല്ലാം മറ്റ് മറ്റ് അവരുടെ അടുത്തുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടുകളോ ഒന്നുമല്ല. ബിഗ് ബുക്ക് എന്ത് പറയുന്നു എന്ന് മാത്രമാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം ചെയ്യുന്നവർ ആരാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ? ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന എയിൽ വന്നതിന് ശേഷം നമ്മൾ ആരും ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചവരല്ല. പേജ് നമ്പർ 19 ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ആരും ഇതൊരു തൊഴിലായി സ്വീകരിച്ചവരല്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ കൂടി നിർത്തി എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ്. അതിലും പ്രധാനമാണ് ഞങ്ങളുടെ തത്വങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എല്ലാ പ്രവർത്തന മേഖലകളിലും പ്രാവർത്തികമാക്കുക എന്നുള്ളത്. അതായത് ഈ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം ഒരു ഫുൾ ടൈം മുഴുവൻ സമയ പ്രവർത്തകനായി മാറിക്കഴിഞ്ഞാൽ അത് നന്നായി പ്രവർത്തിക്കുകയില്ല. പക്ഷെ ഞാനത് എൻ്റെ കുടുംബത്തില്, എൻ്റെ ജോലി സ്ഥലത്ത്, എല്ലാ പ്രവർത്തന മേഖലകളിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ഞങ്ങളുടെ ഒഴിവ് സമയത്തിലധികവും എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് ഇനി വിശദീകരിക്കാം. അപ്പൊ ഒരു പരിഹാരമുണ്ടെന്നുള്ള ഒരു ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന വാക്കാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മുഴുവൻ സമയവും ഇതിനായി വിനിയോഗിക്കത്തക്ക സാഹചര്യമുള്ള ഭാഗ്യവാന്മാരും ഞങ്ങളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഇതിന്റെ ഫുൾ ടൈം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം, ലക്കിമാനായി അവൻ മാറും. ഒന്നവൻ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ മാറി നിൽക്കാൻ അവന് സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ നന്മ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ നന്മ, അല്ലെങ്കിൽ ഈ നന്മ ലഭിക്കുന്നതിനായി നമ്മൾ പ്രവർത്തിക്കും. കാരണം എന്താണ്? നമുക്ക് ചുറ്റും നൂറുകണക്കിന് ആളുകൾ ഈ മദ്യാസക്തിയുടെ പേരിൽ, അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുകയാണ്. ഒരുപക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ 2 അക്ഷരം അറിയാതെ, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെ, ഈ ഒരു അവസരം, നമുക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കാൻ സാധിക്കാതെ അവർ മരണപ്പെടുകയാണ്. അപ്പൊ നമുക്ക് സൗജന്യമായി കിട്ടിയ ഈ ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാം, നമ്മൾ ആരാണ്? ഡോക്ടർ സിൽക്വർത്തിന്റെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് നമ്മൾ ആരാണെന്ന്. അദ്ദേഹം ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ ഇവർക്ക് കുടിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതായത് നമുക്ക് ക്രേവിംഗ് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും കുടിക്കുക എന്നുള്ള ആ ഒരു പ്രതിഭാസമില്ലാതെ നമുക്ക് കുടി തുടങ്ങാൻ സാധിക്കില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ഞങ്ങൾ പറയുന്ന പ്രതിഭാസം ഒരു പക്ഷേ മദ്യത്തോടുള്ള ശാരീരിക അലർജിയുടെ രൂപത്തിലുള്ളതാകാം. അതായത് ഒരു പെഗ് അകത്ത് ചെന്നാൽ, ഒരു തുള്ളി അകത്ത് ചെന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, അല്ലെങ്കിൽ ശരീരം ആവശ്യപ്പെടും, മെന്റൽ ഒബ്സഷൻ ഉണ്ടാവും, വീണ്ടും വീണ്ടും കുടിക്കും. ഇതാകട്ടെ ഇവരെ തരംതിരിച്ച് ഒരു പ്രത്യേക തരം സൃഷ്ടികളാക്കി മാറ്റി നിർത്തുന്നു. ഇവിടെ ഡോക്ടർ സിൽക്വർത്ത് നമ്മളെ ഒരു വർഗമായിട്ട്, ലോകം മുഴുവനുള്ള ആൽക്കഹോളിക്കിനെ ഒരു വർഗമായിട്ട് തരംതിരിക്കുകയാണ് ഡോക്ടർ സിൽക്വർത്ത്. അപ്പോൾ ഈ വർഗത്തിൽപ്പെട്ട ആൽക്കഹോളിസം എന്ന് പറയുന്ന ആ രോഗമുള്ള ആ വർഗത്തിൽപ്പെട്ട അനേകം ആളുകൾ ലോകം മുഴുവനുണ്ട്. ഇവരുടെ ഇടയിലാണ് നമ്മൾ മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനം, വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തിക്കുന്നത്. ഇനി ഇപ്പോൾ നിലവിൽ എയിലുള്ള അംഗങ്ങള്, പഴമക്കാര്, പുതുമക്കാര്, ഇപ്പോൾ ബാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ബ്രാൻഡിക്കട, ഈ സമയത്ത് ബ്രാൻഡിക്കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവര്, ബാറിലിരിക്കുന്നവര്, ഇനിയും ഫ്യൂച്ചറിൽ അവർ നമ്മുടെ ഇടയിൽ കടന്നു വരാൻ സാധ്യതയുള്ളവര്, സ്ലിപ്പായി പോയവര്, ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും, റിലാപ്സ് ആയവര്, ഇവരൊന്നും നമ്മൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് മറ്റുള്ളവരുടെ അടുത്തുള്ള പ്രവർത്തനം. ഇതിന്റെ
ഒരു ആരോടൊത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വിഷയം അവരോട് സ്വീകരിക്കേണ്ട സമീപനവും മനോഭാവവും ആണ്. നമുക്കറിയാം മറ്റുള്ളവരുടെ പ്രവർത്തനം 87 പേജുകൾക്ക് ശേഷമാണ്, 87 കാര്യങ്ങൾക്ക് ശേഷം, 87 പേജുകൾക്ക് ശേഷമാണ് 12-ാം പടി പ്രവർത്തനം അല്ലെങ്കിൽ 12 പടികളെ കുറിച്ചുള്ള ഒരു മുഴുവൻ അധ്യായവും മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 87 പേജുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ 87 വരെയുള്ള പേജുകളിൽ ഡോക്ടർ സിൽക്വർത്തിന്റെ ഡോക്ടർ അഭിപ്രായം ഉൾപ്പെടെ നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ആദ്യമേ നമുക്കൊരു യോഗ്യത കിട്ടണ്ടേ. എന്താണ് യോഗ്യത? ആദ്യത്തെ യോഗ്യത എന്ന് പറഞ്ഞാല് ഈ പ്രോഗ്രാമിൽ ഫെലോഷിപ്പ്, ഓക്കെ, ഫെലോഷിപ്പിൽ പോകണം, മീറ്റിങ്ങിൽ പങ്കെടുക്കണം, എല്ലാ ദിവസവും ഇതില് പങ്കെടുക്കണം, ഓക്കെ, അതൊക്കെ. അതോടൊപ്പമുള്ള മറ്റൊരു പരിപാടി കൂടിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം. ആൽക്കോളിസംസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 പടികളാണ്, 1 മുതൽ 12 പടികളാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്നു, 1-ാം പടിയും 12-ാം പടിയും മനസ്സിലാക്കിയതിന് ശേഷം 1-ലും 12-ലും അങ്ങനെ 2 പടി പ്രവർത്തനങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതത്ര മനോഹരമായിരുന്നില്ല, അതത്ര സന്തോഷകരമായിരുന്നില്ല. ചില കുഴപ്പങ്ങളുണ്ടായി. എനിക്ക് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ സോബറായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ സോബറായിരിക്കുമ്പോൾ എനിക്ക് പല സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ വീട്ടിലുണ്ടായി. ഞാൻ സംഘർഷത്തിലായിരുന്നു. അതെങ്ങനെയാണ് മാറിയത്? അപ്പോഴാണ് എനിക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തണമെന്നും, നീ 6 മാസത്തേക്ക് കുടിക്കാതിരിക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല, നീ ഒരു ദിവസത്തേക്ക് കുടിക്കാതിരുന്നാൽ മതി എന്നും ഒരു സ്പോൺസർ ആയിട്ടുള്ള കെന്നത്ത് റോബർട്ട്സിനെ ഞാൻ UK വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം എനിക്ക് ആൽക്കോളിസംസിന്റെ 12 പടികൾ എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്, അന്ന് UK ഉണ്ടായിരുന്ന ഒരു ബാങ്കർ എന്നുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ അവിടെയുള്ള ലൈബ്രറിയിൽ വരാൻ പറഞ്ഞു. ഞാൻ ബുക്കൊക്കെ ആയിട്ട് അവിടെ പോയി. അതിനുശേഷം അദ്ദേഹം ആദ്യത്തെ 1-ാം പടി എന്താണെന്ന് എന്നോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാനിപ്പോ മൊത്തത്തിൽ ഈ 1 പടികളെല്ലാം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം, ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എവിടെയാണ് 1-ാം പടിയുടെ കൃത്യമായ ഒരു വിവരണമുള്ളത്? ഞങ്ങൾ, അതായത് അധ്യായം 3-ലെ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ ആദ്യത്തെ പാരഗ്രാഫിലാണ് 1-ാം പടി കൃത്യമായി വിവരിക്കുന്നത്. അതുവരെ അതിനു മുമ്പ് നമുക്കറിയാം, ഡോക്ടർ അഭിപ്രായം പറയുന്നുണ്ട്, ഒരു പരിഹാരമുണ്ടെന്ന് പറയുന്നുണ്ട്, ബില്ലിന്റെ കഥ പറയുന്നുണ്ട്. ഇതിനുശേഷം ഈ പാരഗ്രാഫില് 1-ാം പടിയുടെ ഒരു ചുരുക്കെഴുത്ത് നടത്തിയിരിക്കുകയാണ്. ഞങ്ങളിൽ മിക്കവരും ഞങ്ങൾ യഥാർത്ഥ മദ്യപാനാസക്തരാണെന്ന് സമ്മതിക്കാൻ മനസ്സുള്ളവരായിരുന്നില്ല. അതായത് മറ്റ് എൻ്റെ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഞാൻ കുടിക്കുന്നത്, എൻ്റെ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഞാൻ മദ്യപിക്കുന്നത്, അതേ അളവിൽ തന്നെയാണ് ഞാൻ മദ്യപിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ AIൽ എത്തിയപ്പോഴാണ് ഞാൻ മറ്റു കൂട്ടുകാർ എൻ്റെ അത്രയും കുടിച്ചിരുന്നില്ല എന്നും, അവർ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നില്ല എന്നും, അവർ പിറ്റേ ദിവസം ജോലിക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോ ഒരു മദ്യാസക്തൻ അല്ലെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും ഞാൻ മറ്റൊരാളെക്കാൾ, മറ്റ് സഹജീവികളെക്കാൾ വ്യത്യസ്തനാണെന്ന് അല്ലെങ്കിൽ ശാരീരികവും മാനസികമായിട്ട് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ എണ്ണപ്പെട്ട വിഫല ശ്രമങ്ങൾ ഞങ്ങളുടെ മദ്യപാന രോഗത്തിന്റെ ലക്ഷണമായതിൽ അത്ഭുതപ്പെടാനില്ല. നോക്കൂ, എൻ്റെ കൂട്ടുകാരെ പോലെ എനിക്ക് കുടിക്കാൻ കഴിയും, എൻ്റെ മറ്റ് കുടിയന്മാരെ പോലെ തന്നെയാണ് ഞാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അനേകം വർഷങ്ങൾ, അനേക ശ്രമങ്ങൾ ഞാൻ നടത്തി. പക്ഷെ അത് വിഫല ശ്രമങ്ങളായി മാറി. എന്നെങ്കിലും ഒരു ദിവസം, ഇപ്പോഴും എന്നെ പിന്തുടരുന്ന, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെയും പിന്തുടരുന്ന ഒരു ബോധ്യം ഇതാണ്: എന്നെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാമെന്നും മദ്യപാനം ആസ്വദിക്കാമെന്നുള്ള ധാരണ ഓരോ അസാധാരണ മദ്യപാനിയുടെയും ചിരന്തന ചിന്തയാണ്, എന്നുള്ള ചിന്തയാണ് മദ്യപാനിയുടെയും. അപ്പോ അമിത മദ്യപാനിയിൽ വിദ്യയുടെ വിടാപ്പിടുത്തം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതായത് എനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ കഴിയുമെന്നുള്ള ഈ ഒരു ചിന്ത. അനേകമാർ എന്തെങ്കിലും സാധാരണ കുടിക്കാൻ പറ്റുമെന്ന ഈ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. അവനൊന്നില്ലെങ്കിൽ മരിക്കുന്നു, അല്ലെങ്കിൽ അവന് ഇൻസാനിറ്റിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭ്രാന്തിന്റെ അവസ്ഥയിൽ ജീവിക്കുന്നു. ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായും സംവേദിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗവിമുക്തിയുടെ ആദ്യത്തെ പടി, അല്ലെങ്കിൽ ആദ്യത്തെ ചുവടുവെപ്പ്. അപ്പൊ ആദ്യത്തെ പടി എന്താണ്? ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കുക. അതാണ് ആദ്യത്തെ പടി. അതായത് ഞങ്ങൾ മറ്റുള്ളവരെ പോലെയാണ്, ഞങ്ങൾ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നന്നായി കുടിക്കാൻ കഴിയും എന്നുള്ള ആ കിനാവിനെ
നമ്മൾ പൂർണ്ണമായും തകർത്തെറിയണം. അന്നേരമാണ് നമ്മൾ ഒന്നാം പടിയിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാം പടിയിൽ പ്രവേശിച്ചെന്ന് കൂട്ടിക്കോളൂ. ഇനി രണ്ടാം പടി, പേജ് നമ്പർ 46 ഞാൻ ജസ്റ്റ് ആ പടികൾ പറയുന്ന ഭാഗം മാത്രം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരേ ഒരു ചോദ്യം ചോദിക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നേക്കാളും മഹത്തായ ഒരു ശക്തിയിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ, അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ് എന്നുള്ള ഒരു ആശയത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണ്. അപ്പോൾ ആ രണ്ടാം പടിയിൽ തന്നെ തങ്ങളെക്കാൾ വലിയ ശക്തിയിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയതുകൊണ്ട്, ആ ശക്തിയുടെ ഒരു പ്രത്യേക മനോഭാവം പുലർത്തുവാൻ തുടങ്ങിയതുകൊണ്ട്, ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ തങ്ങളുടെ ജീവിത രീതിയിലും ചിന്താരീതിയിലും വിപ്ലവകരമായ വ്യതിയാനം സംഭവിച്ചെന്ന് അവർ തുടർന്ന് സംഭവിക്കുന്നു. ഇപ്പോൾ നാശത്തിന്റെയും നിരാശകളുടെയും മുന്നിൽ, ഞങ്ങളുടെ മാനുഷിക മൂല്യങ്ങളുടെ മുഴുവൻ തകർച്ചകളുടെയും മുന്നിൽ ഒരു പുതിയ ശക്തിയും സമാധാനവും സന്തുഷ്ടിയും ലക്ഷ്യബോധവും തങ്ങളിലേക്ക് ഒഴുകിയെത്തിയതായി ഞങ്ങൾ കണ്ടു. അപ്പോൾ രണ്ടാം പടിയിൽ തന്നെ വീണ്ടും ചില കാഴ്ചപ്പാടുകൾ, അതായത് നമുക്ക് ചില കാഴ്ചപ്പാടുകൾ, അതായത് നമുക്ക് മദ്യപാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കോപിക്കുന്നവര്, ശോഭിക്കുന്നവര്, ഭയങ്കരമായിട്ട് വൈകാരിക അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു. നാലാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾക്കൊരു ജീവിത മാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി പോലും ഉണ്ടായിരുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധം ഉണ്ടായിരുന്നു. ആറാമത്തെ കാര്യം, ഞങ്ങൾ ആകെപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു. ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു. ഏഴാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം അരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പടികളുടെ ഇത്. അപ്പൊ രണ്ടാമത്തെ പടി, അപ്പൊ നമുക്കറിയാം ഇത്തരം കാര്യങ്ങളെല്ലാം 9-ാം പടിയിൽ എത്തുമ്പോൾ നമ്മുടെ വാഗ്ദാനങ്ങളിൽ പറയുന്നുണ്ട്. വാഗ്ദാനങ്ങൾ ഇതിന് ഓപ്പോസിറ്റ് ആണ്. ഇത്തരം കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വാഗ്ദാനങ്ങളിൽ പറയുന്നത്. അതായത് നമുക്ക് കൂടുതൽ ഭയത്തിൽ നിന്ന് നമ്മളൊരു സ്വാതന്ത്ര്യവും സന്തോഷവും നമ്മളെ അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമുക്ക് ഖേദിക്കുന്നില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം ഗ്രഹിക്കുകയും സമാധാനം എന്ന് പറയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോകുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നാം എന്ന ധാരണയും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളോട് നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോട് സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാട് മാറും. ആളുകളെ കുറിച്ച്, സാമ്പത്തിക സുരക്ഷത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ വിട്ടകലും. അപ്പൊ രണ്ടാം പടി എത്തുമ്പോൾ നമുക്ക് ഭയം ഉണ്ടായിരുന്നത്, 9-ാം പടി എത്തുമ്പോൾ ഭയം നമ്മെ വിട്ടകലും. എന്തിനെ കുറിച്ചുള്ള, ആളുകളെ കുറിച്ചും സാമ്പത്തിനെ കുറിച്ചുള്ള സുരക്ഷിതത്തെ കുറിച്ചുള്ള ഭയം. നമ്മൾ അന്താളിപ്പിച്ച സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉരുൾപുള്ളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ രണ്ടാം പടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് 9-ാം പടി എത്തുമ്പോൾ നമ്മുടെ ആ വാഗ്ദാനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇനി എന്താണ് മൂന്നാം പടി? പേജ് നമ്പർ 61 മൂന്നാം പടി പറയുന്നത് എന്താണ്? ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാട്. ദൈവം കളിക്കുന്ന ഏർപ്പാടെന്നാണ് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത്. ഇംഗ്ലീഷ് ബുക്കിൽ അങ്ങനെയാണ്. ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി. ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും. മിക്ക എല്ലാ ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല്, കോർണർ സ്റ്റോൺ ഈ ആശയമായിരുന്നു. ഇവിടെയാണ് മൂന്നാം പടി വിവരിക്കുന്നത്. ഇനിയിപ്പോ പിന്നീട് നമുക്കറിയാം, വിദ്വേഷമാണ് നാലാം പടി. നമ്മൾ ഒരു വാണിജ്യ സ്ഥാപനത്തെ പോലെ നമ്മൾ നമ്മുടെ ഇൻവെന്ററി എടുക്കുകയാണ്. വിദ്വേഷമാണ് പ്രധാന ശത്രു എന്നും അത് നമ്മൾ കണ്ടെത്തുന്നു. വീണ്ടും നമ്മൾ പട്ടികയിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ തെറ്റുകൾ, അതായത് നാലാമത്തെ കോളത്തില് ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാണെന്ന് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാൻ തയ്യാറായി. പിന്നീട് പകയും തർക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് എന്ത് തെറ്റ് പറ്റി, അതായത് നമ്മൾ എവിടെയാണ് സെൽഫിഷ് ആയത്, നമ്മൾ എവിടെയാണ് സ്വാർത്ഥനായത്, നമ്മൾ എവിടെയാണ് സത്യസന്ധൻ അല്ലാതെ ഇരുന്നത് എന്നൊക്കെ ഉള്ള കോളമൊക്കെ തയ്യാറാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ ഇനി അല്പം ലൈംഗികത അല്ലെങ്കിൽ ലൈംഗികപരമായ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്തു, ഭയം ചർച്ച ചെയ്തു. നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ദ്രോഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി പഴയ കാലത്ത്. പിന്നീട് നമ്മൾ ദ്രോഹം തുടരാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. ആ ബുക്കില് 68 നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആരെയും ദ്രോഹിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, അതുകൊണ്ട് തന്നെ ദ്രോഹത്തിന്റെ നമ്മുടെ സ്വഭാവം കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്നവരുടെ ഒരു
ഹാം ലിസ്റ്റ് ഉണ്ടാക്കി ഒന്നൊക്കെ അതൊക്കെ നമ്മൾ ഞാനൊരു ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. തീർച്ചയായും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നീട് എവിടെയാണ് 5-ാം പടി, പേജ് നമ്പർ 73-ൽ ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. നമ്മുടെ കൈവശം എഴുതി തയ്യാറാക്കിയ ഒരു സ്വയം കണ്ടെത്തൽ രേഖയുണ്ട്. ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സജ്ജരാണ്. നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യുവാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടതുള്ളതെന്ന് നാം വിശദീകരിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരനോടെന്നുള്ള വാക്ക് അവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാകാം. മറ്റ് ചിലപ്പോൾ ഇപ്പൊ ഭൂരിഭാഗം അംഗങ്ങളും ഇന്ന് ഇപ്പൊ 1939-ലാണ് നമ്മുടെ ബുക്ക് ഇറങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഇത്രമാത്രം അംഗങ്ങളില്ല. പക്ഷെ ഇന്ന് നമുക്ക് അംഗങ്ങളുണ്ട്. അപ്പൊ അംഗങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുമായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഒരു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അയാൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ സമീപിക്കപ്പെടുന്ന മിക്കവാറും അംഗങ്ങൾ സഹായിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ അവർ ആദരിക്കപ്പെടും. അങ്ങനെ 5-ാം പടി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുന്നു. അപ്പൊ 5-ാം പടി ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന എന്നാണ്? നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. പൂർണ്ണമായ സമാധാനവും ആശ്വാസവും ഒറ്റയ്ക്കാവുമ്പോൾ പോലും അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ പോലും പൂർണ്ണമായ സമാധാനം ആശ്വാസം കിട്ടുന്നു. നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അതായത് ചില വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നേക്കും. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ആത്മീയമായ അനുഭവം, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ തുടങ്ങുന്നു. കുടിപ്രശ്നം അപ്രത്യക്ഷമായെന്ന തോന്നൽ പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. പ്രപഞ്ച ശക്തിയിൽ കുറവ് കൊടുത്ത് പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. 5-ാം പടി ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന വാഗ്ദാനമാണ്. ഇനി അടുത്ത എന്നാണ്? 6-ാം പടി, പേജ് നമ്പർ 74-ലാണ് 6-ാം പടി വിവരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ 5-ാം പടി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ച് നമുക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ 1 മണിക്കൂറിൽ നമ്മുടെ മേശവരിപ്പിൽ നിന്ന് നമ്മുടെ ഈ പുസ്തകം എടുത്തുകൊണ്ട് ആദ്യത്തെ 5 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. അതായത് നമ്മൾ ഈ ലിസ്റ്റിലോ പറയേണ്ടതായിട്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ 6-ാം പടിയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് തൃപ്തിമാറ്റമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ആഗ്രഹം എന്നത് അന്വേഷണമാണെന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 6-ാം പടിയുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞതിന് ശേഷം വീണ്ടും 7-ാം പടി, അതായത് 6-ാം പടിയിൽ എന്താണ് കാര്യങ്ങൾ? ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് തയ്യാറാണോ? അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് എടുക്കാൻ കഴിഞ്ഞോ? എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ എന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ കയ്യിൽ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് 6-ാം പടിയിൽ. അടുത്തത് എന്താണ്? റെഡി ആയി കഴിയുമ്പോൾ 7-ാം പടിയിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത്: എന്റെ ദൈവമേ, എന്നുള്ളിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗിക്കപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ 7-ാമത്തെ പടി പൂർത്തിയാക്കി. അടുത്തത് എന്താണ്? ഇനി നമ്മൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ശ്രമം കൂടാതെ വിശ്വാസം മൃതമാണെന്ന് തോന്നുന്നു. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് പോകാം എന്ന് പറഞ്ഞതിന് ശേഷം 8-ാമത്തെ 9-ാമത്തെ പടികൾ ആ പേജ് നമ്പർ 75 മുതൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൈഡ് ഓഫ് ദ റോഡ്, അല്ലെങ്കിൽ നമ്മുടെ മാലിന്യങ്ങളൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. അത് ദൂരീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ മദ്യത്തിൽ നിന്ന് വിജയം നേടുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നമ്മൾ തയ്യാറാകുന്നു. അങ്ങനെ നമ്മൾ അമൻസിലേക്ക് കിടക്കുകയാണ്. 9-ാം പടി അല്ലേ? 9-ാം പടിയിൽ അമൻസ് നമുക്കറിയാം. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് അമൻസ് ചെയ്യാനുണ്ട്. അമൻസ് എന്ന് വെച്ചാൽ അനുരഞ്ജനം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ചില ആത്മീയതയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 10-ൽ 9 പേരുടെയും അടുത്ത് പോയിട്ട് അമൻസ് ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അവർ ചിലർ നമ്മുടെ കുറ്റം ഏറ്റുപറയുമ്പോൾ സമ്മതിച്ച് നമ്മളോട് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ ഭാര്യമാരോട് എങ്ങനെയാണ് അമൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ക്രിമിനൽ കുറ്റം ചെയ്താൽ എങ്ങനെയാണ് അമൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം ഈ 9-ാം പടിയിൽ അമൻസുകളെ പറ്റി ഒരു 3-4 പേജുകൾ വിവരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളെ 10-ാം പടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഏതാണ്? പേജ് നമ്പർ 83 വരെ അദ്ദേഹം ഈ അമൻസിനെ പറ്റിയാണ് സംസാരിക്കുക. 83-ൽ എന്താണ്? ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരടിയുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. അപ്പൊ 10-ാം പടിയിൽ എത്തുമ്പോഴാണ് ഒരാൾക്ക് സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും എന്നുള്ള
വാക്ക് നമ്മൾ കാണുന്നത്. മദ്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകാനിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടെന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ ഒരു മനോഭാവ മാറ്റമുണ്ട്. അതെ, അങ്ങനെ വരികയാണ്. അതിൽ അത്ഭുതാവഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരു തരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ട പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ആത്മീയ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പൊ 10-ാം പടിയുടെ കുറെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ അതിനുശേഷം അദ്ദേഹം പറയാണ്, 10-ാം പടി കഴിഞ്ഞിട്ട് ആത്മീയതയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് സുഖമായി മടിഞ്ഞിരിക്കുക എളുപ്പമാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ആത്മീയമായിട്ട് പരിപൂർണമായിട്ട് പൂർണ്ണ വിമുക്തി പ്രാപിച്ചല്ല, പ്രത്യേകിച്ച് മദ്യപാനാസക്തിയിൽ നിന്ന്. അപ്പൊ നമുക്കൊരു തുടർച്ചയായിട്ടുള്ള ഈ ആത്മീയ അവസ്ഥ നിത്യേന പാലിച്ചുകൊണ്ടുള്ള ഒരു സംരക്ഷണമാണ് നമുക്ക് ആവശ്യം വരുന്നതെന്നും രാവിലെയും വൈകിട്ടുള്ള ചില ഇൻവെന്ററികളെ പറ്റിയും 10-ാം പടി പറഞ്ഞതിന് ശേഷം അടുത്ത പേജിൽ 11-ാം പടി, ആ പേജിൽ തന്നെ 11-ാം പടിയെ പറ്റി വിശദീകരിച്ചുകൊണ്ട് പ്രവൃത്തി പദത്തിരിക്കുന്ന അവസാനം ഭാഗം ഇങ്ങനെയാണ്: കൂടുതൽ പ്രവർത്തിക്കുന്ന എന്ന സ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അമിത മദ്യപാനാസക്തി നമ്മൾ തികച്ചും അച്ചടക്കാരഹിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ നടത്തി വലിച്ചുകെട്ടിയ രീതിയിൽ മാർഗത്തിലൂടെ ഞങ്ങൾ അച്ചടക്കമുള്ളവരാക്കാനുള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നു. അധ്വാനം കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അപ്പൊ നമ്മളിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത അധ്യായം 12-ാമത്തെ പടിക്ക് മുഴുവനായി നീക്കി വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ വിഷയത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ ആ 12 പടികളൊന്ന് ഓടിച്ച്, കാരണം അതിന്റെ ആരാണ് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ അതിന്റെ പ്രധാന കീ പോയിന്റ്സ് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്പോൺസേഴ്സോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിച്ച് കൂടുതൽ വിവരണം നേടേണ്ടതുണ്ട്. എന്നെ കേട്ടിരിക്കുന്നതിന് നന്ദിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇത് എവിടെയാണ് വിവരിച്ചിരിക്കുക? ഇത് വിവരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ അധ്യായം 7 മറ്റൊരു പ്രവർത്തനത്തില് 43 കാര്യങ്ങളാണ് ബിൽ ഡബ്ല്യു വിവരിച്ചിരിക്കുന്നത്. 43 കാര്യങ്ങൾ. ഈ 43 കാര്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ബിൽ ഡബ്ല്യു നമ്മളോട് ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ 2 പാരഗ്രാഫിൽ 2 പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. അധ്യായം 7 മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം. മറ്റ് അമിത മദ്യപാന രോഗികളുമായുള്ള ഗാഢമായ പ്രവർത്തനത്തോളം വലുതായി മദ്യത്തിൽ നിന്ന് മുക്തിയും രക്ഷയും മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഞങ്ങൾക്കുള്ള പ്രായോഗിക പരിചയം കാണിച്ചു തരുന്നു. അതായത് ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ മറ്റു മദ്യാസക്തരായിട്ട് പ്രവർത്തിക്കുന്നുള്ള ഗാഢമായ പ്രവർത്തനത്തോളിൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രവൃത്തിയില്ല. എന്തുകൊണ്ടാണ്? മറ്റ് പ്രവൃത്തികൾ പരാജയപ്പെടുമ്പോൾ ഇത് ഫലപ്രദമാകുന്നു. ഇതാണ് ഞങ്ങളുടെ 12-ാമത്തെ നിർദ്ദേശം. എന്താണ് ഈ മറ്റ് പ്രവർത്തനങ്ങൾ? ചിലർ പറയും, ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ പള്ളികളുണ്ട്. പഞ്ചാബികളായിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും സിഖ് അവരുടെ അഗ്രഹാരയിൽ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഓക്കെ, ഇതെല്ലാം ഓക്കെ. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മീറ്റിങ്ങിൽ പോകുന്നുണ്ട്. ഈ മീറ്റിങ്ങിൽ പോകുന്നത് പോലും ഈ മറ്റു മദ്യാസക്തരുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പൊ മറ്റു പ്രവർത്തനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇത് ഫലപ്രദമാകുന്നു. ഓരോരുത്തരും മറ്റു പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്താൽ മതി. ഇതാണ് ഞങ്ങളുടെ 12-ാമത്തെ നിർദ്ദേശം. അപ്പൊ 12 പടികളുടെ ഒരു നിർദ്ദേശമാണത്. ഈ സന്ദേശം മറ്റു മദ്യപാന രോഗികളിൽ എത്തിക്കുക റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ എയുടെ സഹായസ്ഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെ? റെസ്പോൺസിബിലിറ്റി. അപ്പോ ഈ മറ്റാർക്കും സഹായിക്കാൻ കഴിയുമ്പോൾ ഒരു ഡോക്ടർക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരനോ അയൽപക്കക്കാർക്കോ കൂട്ടുകാർക്കോ എംപ്ലോയറിനോ തൊഴിലുടമയ്ക്കോ സഹായിക്കാൻ സാധിക്കാത്ത സമയത്ത് നമുക്ക് അവനെ സഹായിക്കാൻ സാധിക്കുന്നു. അവന്റെ വിശ്വാസം, അമിത മദ്യപാനാസക്തിയുടെ വിശ്വാസം, അമിത മദ്യപാന രോഗികളായിട്ടുള്ള ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ നമുക്ക് കഴിയുന്നു.
അവർ രോഗികളാണെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ആ ഒരു വാക്ക് നമ്മൾ സമീപിക്കുന്ന ആള് രോഗിയാണെന്ന കാര്യം എപ്പോഴും ഓർക്കുക. 16 വർഷം കഴിഞ്ഞ് ഞാൻ 16ാമത്തെ വർഷം കഴിഞ്ഞ് 17ാമത്തെ വർഷത്തിലേക്ക് നടക്കുന്ന ഞാൻ, വൺ ഡേ അറ്റ് എ ടൈമില് നടക്കുന്ന ഞാൻ, ഇന്നൊരു പുതിയ ആള് വരുമ്പോ അവനോട് പുലർത്തേണ്ട മനോഭാവം അവനും ഒരു രോഗിയാണ് എന്നുള്ള മനോഭാവമാണ്. അതല്ലാതെ ഇത്രയും വർഷമായി എനിക്കിതൊന്നും മനസ്സിലായില്ലേ, നിനക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് വരാൻ എന്നുള്ള എൻ്റെ ആ ഒരു പ്രൗഡ്. ഇപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയും. ഇപ്പൊ എന്നോട് പലപ്പോഴും ഈ മീറ്റിംഗിൽ പോകുമ്പോൾ, അന്നത്തെ ആദ്യത്തെ കാലത്താണ്, എന്റെ സ്പോൺസർ പറയും, ഒരു ചെയറിൽ തന്നെ നീ ഇരിക്കരുത്. ഒരു ചെയറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പോകുന്ന എപ്പോഴും ഒരു ചെയറിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബെഞ്ചിന്റെ ഒരു സൈഡിൽ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഇരുന്നാല് ഞാൻ സംതിങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രൗഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ മാറി മാറി ഇരുന്ന് മീറ്റിംഗ് കേൾക്കണം എന്ന് പറയാറുണ്ട്. അത് മറ്റുള്ള ഇപ്പം അത് ഭയങ്കര ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മാറി മാറി ഇരിക്കുമ്പോൾ ഒരു ന്യൂ കമർ ഫീലിംഗ് തോന്നും, ഒരു പുതിയ ആളെന്നുള്ളൊരു ഫീലിംഗ് തോന്നാറുണ്ട്. ഞാനിപ്പോ ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രം. എന്താണ് ഈ മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഗുണഗണങ്ങളെ കുറിച്ച് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ മനോഭാവങ്ങളും സമീപനവും എന്ന് നമുക്ക് പോവാം. അതിനകത്തേക്ക് കടക്കുന്ന 43 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവിതം ഒരു പുതിയ അർത്ഥതലം കണ്ടെത്തും. ഒന്നാമത്തെ കാര്യം, അതായത് മറ്റുള്ളവരോടൊത്ത് പ്രവർത്തിച്ചാൽ ആളുകൾ രോഗവിമുക്തരാകുന്നത് ശ്രദ്ധിക്കും. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണും. നമുക്ക് ഏകാന്തത വിട്ടകലും. നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ഈ കൂട്ടായ്മ? ഫെലോഷിപ്പ് അല്ലെ? നമ്മള് പൊതു താല്പര്യമുള്ള ഒരു സംഘമാണ്. നമ്മള് മദ്യാസക്തി എന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കുള്ള താല്പര്യം എല്ലാം പൊതു താല്പര്യമാണ്. അല്ലാണ്ട് എനിക്കൊരു താല്പര്യം മറ്റൊരാൾക്കൊരു താല്പര്യം ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഫെലോഷിപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ നിരന്തര സംസർഗം കിട്ടുന്ന എന്താണ് നമ്മുടെ ഫെലോഷിപ്പ്. പിന്നെ ഒരു കൂട്ടാളിത്തം, ഒരു പങ്കാളിത്തം എല്ലാം നമ്മളിൽ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സഹവാസ ശീലമുണ്ട്. കാരണം മദ്യപിച്ചിരുന്ന കാലഘട്ടത്തിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് അല്ലെങ്കിൽ ഏകനായിരുന്ന ഞാൻ മീ എന്റെ കാര്യം, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പോൾ ഒരു വിയിലേക്ക് മാറുകയാണ്. മീ ടു വി നമ്മളിലേക്ക് മാറുകയാണ്. അപ്പൊ ഒരു സംഘം ചങ്ങാതിമാർ ഉണ്ടായിരിക്കുക. നമ്മൾക്കിപ്പോൾ ഉള്ളത് ഒരു സംഘം ചങ്ങാതിമാരാണ്. അത് ഫെലോഷിപ്പിലുള്ളവരാണ്. ഈ അനുഭവം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ പിന്നീട് പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനമുള്ളതാണ്. പുതിയതായി വരുന്നവരും ന്യൂ കമേഴ്സ്, മറ്റുള്ളവരും. ആരാണ് ഈ മറ്റുള്ളവര്? ഇപ്പോൾ ആൽക്കഹോളിസം അനോണിമസിൽ നിലവിലുള്ള പഴമക്കാരായ ആളുകൾ, ഇതിന് നേരത്തെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾ, അവരുമായിട്ടുള്ള നിതാന്ത സമ്പർക്കം. ന്യൂ കമേഴ്സ് മാത്രമായിട്ടല്ല സമ്പർക്കം പുലർത്തേണ്ടത്. ന്യൂ കമേഴ്സും പഴമക്കാരും എല്ലാവരും കൂടി നിതാന്ത സമ്പർക്കം. എന്താണ് നമ്മുടെ 12 and 12 പറയുന്നത്? പഴമക്കാർ ആൽക്കഹോളിസം അനോണിമസിന്റെ ഹൃദയവും ന്യൂ കമേഴ്സ് ആ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആർട്ടറീസുമാണ്, അല്ലെ? അങ്ങനെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ രജതരേഖ. ജീവൻ നിലനിർത്തുന്ന പരിപാടി ആണിത്, വിജയിക്കുന്ന പരിപാടിയാണിത്, രജതരേഖയാണ്. എങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ കണ്ടെത്തുക? അപ്പൊ അതിന് ബിൽ ഡബ്ല്യു പറയുന്ന ബുക്കിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോ ഡോക്ടേഴ്സിൽ നിന്നാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യമാര് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാര്, അങ്ങനെയുള്ള ആരെങ്കിലും നിന്നായിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റുന്നത്. കാരണം അവരായിരിക്കും ചിലപ്പോൾ പുരോഹിതരായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ അഡ്മിറ്റ് ആളുമായിരിക്കാം, ആരും ആയിക്കോട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളെ പല വഴിക്ക് നമ്മൾ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് എൻ്റെ ഷെയറിങ് ചെയ്യണമോ? വേണം. ഒരു പുരോഹിതനോട് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയണമോ? നിങ്ങൾ മറ്റുള്ളവരോടൊത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയണം. എൻ്റെ ഫാമിലി ഡോക്ടറോടോ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ക്ലിനിക്കിനോടോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയണമോ? എനിക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയാം. ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് പറയണമെന്നില്ല, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഈ വൈദികന്മാരോടോ ആശുപത്രിയിലോ ഡോക്ടർമാരോടോ പുരോഹിതന്മാരോടോ പോയി അന്വേഷിച്ചാൽ അവരിങ്ങോട്ട് കൊണ്ടേ തരുമെന്നല്ല പറയുന്നത്. പോയി അന്വേഷിച്ചാൽ വളരെ എളുപ്പം ഈ തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്താനാകും. ഒരിക്കൽ കൂടി ഞാനത് പറയാം. ഒരു പക്ഷേ രോഗവിമുക്തി ആഗ്രഹിക്കുന്ന ഒരു കുടീനുമായി നിങ്ങൾ പരിചയമുള്ളവരല്ലായിരിക്കാം, ഒരു പരിചയവും ഇല്ലായിരിക്കാം.
ഏതെങ്കിലും ഡോക്ടർമാരോടോ പുരോഹിതന്മാരോടോ വൈദികന്മാരോടോ ആശുപത്രികളിലോ പോയി അന്വേഷിച്ചാൽ വളരെ എളുപ്പം ഈ തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്താനാകും. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഡയറ്റീഷ്യൻ സെന്ററിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും അവർ വിളിക്കാറുണ്ട്. അപ്പോൾ അവര് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവരികയും മീറ്റിങ്ങിൽ മീറ്റിങ്ങിലൊക്കെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ മാത്രമല്ല മറ്റ് ഗ്രൂപ്പുകളിലെല്ലാം കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ ഒരു നേഴ്സാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള പല നേഴ്സുമാരുണ്ട്. ഇപ്പൊ UK-യിലുള്ള ആൻഡോ, അങ്ങനെ പല നേഴ്സുമാർ. അപ്പൊ ഞങ്ങൾക്കൊരു ആ തൊഴിൽപരമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. ചിലർ ഇലക്ട്രീഷ്യന്മാരായിരിക്കാം. അപ്പൊ ഇവര് ഒരു പരസ്പരം പരിചയപ്പെടും. അപ്പൊ ഞാൻ തൊടുപുഴ മാത്രമല്ല, അവർ മൂവാറ്റുപുഴ കൊണ്ടുപോകണം, പെരുമ്പാവൂർ കൊണ്ടുപോകും. ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് 5-6 പേരെ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോകും. അപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ള പലരും എൻ്റെ ഈ മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഏതായാലും നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ വേണ്ടതിലധികം സന്തോഷം മാത്രമുള്ളവരായിരിക്കും. ആരാണ്? ഈ അച്ഛന്മാര്, ഈ പുരോഹിതര്, അല്ലെങ്കിൽ ഈ നമ്മുടെ അടുത്തുള്ള മോസ്കില് മുക്രി, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലെ ശാന്തിക്കാരൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളെ സഹായിക്കാൻ, കൗൺസിലേഴ്സ്, നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരോട് അവർ നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷമുള്ളവരായിരിക്കാം. ഇനിയാണ് 43 കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, ഡു നോട്ട് സ്റ്റാർട്ട് ഔട്ട് ആസ് ആൻ ഇവഞ്ചലിസ്റ്റ് ഓർ റീഫോർമർ. 89-ാമത്തെ പേജിൽ പറയുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചെന്നുള്ളൂ, ഞാൻ മലയാളത്തിലേക്ക് പറയാം. ഞാന് എൻ്റെ സുബോധത്തിന്റെ 80% ഞാൻ വിദേശ രാജ്യത്തായതുകൊണ്ട് ഞാനതങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോണ്ട് ഞാൻ അങ്ങനെ വായിച്ചു മാത്രം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം മലയാളത്തിൽ എന്താ പറയുന്നത്? സുവിശേഷ പ്രചരണം നടത്തുന്നവരെ പോലെയോ പരിഷ്കർത്താക്കളെ പോലെയോ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. ഡു നോട്ട് സ്റ്റാർട്ട് ഔട്ട് ആസ് ആൻ ഇവഞ്ചലിസ്റ്റ് ഓർ റീഫോർമർ. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരു അംഗത്തിന്, പുതിയ ആളെ അവനോടുള്ള സമീപനം ഒരു കുരിശു യുദ്ധക്കാരനെ പോലെ ആകരുത്. അത് തന്നെയാണ് ബിൽ ഡബ്ല്യു ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാറിയ ഒരാളെ പോലെ ആകരുത്. നിർഭാഗ്യവശാൽ ഒരുപാട് അടിസ്ഥാനരഹിതമായ മൂഢവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം ധാരണകളെ ഉണർത്തിവിട്ടാൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാകും. അതായത് ഞാൻ ഒരിക്കൽ ഓർക്കുക, ഞാൻ നന്നായി ഷേവ് ചെയ്തു, മീശ വെച്ചിട്ടില്ല, ഷേവ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കോൾ വഴി ഒരു ന്യൂ കമറായിട്ട് സംസാരിക്കുക. അപ്പൊ അയാളുടെ ആദ്യത്തെ ചിന്ത, ഞാനൊരു പൊത്തക്കുസ്ത, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഏതോ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അയാളെ കൺവേർട്ട് ചെയ്യാൻ വന്നേക്കണെയാണ് എന്നാണ് അയാൾ. അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയും ചെയ്ത് എനിക്ക് 2 പാട്ടൊക്കെ അയച്ചു തന്ന്, അവരുടെ 2 പാട്ടൊക്കെ അയച്ചു തന്ന്. അപ്പൊ മീശ പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം ഞാനിങ്ങനെ തമാശ മട്ടിൽ ഓർക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുണ്ട്. ആൽക്കഹോളിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പൊ അയാള് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഫലമായിട്ടുള്ള കാര്യങ്ങൾ പറയരുതെന്നാണ്. ആരാണ് ഇങ്ങനെയുള്ള ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ? പിന്നെ അവർ പുരോഹിതന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റുള്ളവരുണ്ട്, സമൂഹത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരത് ചെയ്തോളും. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അത് ചെയ്യരുതെന്നാണ് വിവരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാം, ഈ ഡോക്ടർമാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും. പക്ഷെ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്പെടുത്തിയാൽ മതി. അത് ഒരു സുവിശേഷ പ്രചരണം നടത്തുന്നവരെ പോലെയോ സാമൂഹിക പരിഷ്കർത്താക്കളെ പോലെ പ്രവർത്തിക്കാതിരിക്കണം. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ കുടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മദ്യാസക്തിയുടെ കാര്യത്തിൽ നമ്മൾക്കൊരു മുൻപരിചയമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ അമിത മദ്യപാന രോഗികൾക്ക് മറ്റാർക്കും, അതായത് ഈ പുരോഹിതനോ ഇവർക്കോ ഡോക്ടർക്കോ അവർക്കൊന്നും കഴിയാത്ത തരത്തിൽ ഇയാളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് സഹകരിക്കുക, ഒരിക്കലും കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. 2 കാര്യമുണ്ട്. ഒരു സുവിശേഷ പ്രചാരകനെ പോലെയോ ഒരു കുരിശുദ്ധക്കാരനെ പോലെയോ നിങ്ങൾ പറയരുത് എന്ന് പറയുന്നതിനോടൊപ്പം അതിനെ എതിർത്തും പറയേണ്ട കാര്യമില്ല. ഒരു സുവിശേഷത്തെയോ മതത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെയോ ഒന്നും നമ്മൾ എതിർത്തും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിനോട് അനുബന്ധമായിട്ട് നമുക്കറിയാം, ബിൽ ഡബ്ല്യു ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലെ സിൽക്ക് വർത്തിന്റെ കീഴിൽ ചികിത്സ നടത്തിയ ഒരു പേഷ്യൻ്റാണ്.
അദ്ദേഹത്തിന്റെ 2-3 ചികിത്സയ്ക്ക് ശേഷം ബിൽ ഡബ്ല്യു പലപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഈ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ ഈ രോഗികളെ കാണാനായി ചെന്നിരുന്നു. പക്ഷെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പല തത്വങ്ങളും വിവരിച്ചുകൊണ്ടാണ്. 5 പരിപൂർണതകൾ, അതായത് പരിപൂർണ സത്യസന്ധത, പരിപൂർണ സ്നേഹം, പരിപൂർണ നിസ്വാർത്ഥത, അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലായ്മ, അങ്ങനെ പരിപൂർണതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരിപൂർണ പരിശുദ്ധി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. പക്ഷെ 6 മാസക്കാലം അങ്ങനെ പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. ബിൽ ഡബ്ല്യു അസ്വസ്ഥനായി. 6 മാസമായി ഈ ആശുപത്രിയുടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എൻ്റെ കിട്ടുന്ന സമയങ്ങൾ ആദ്യം വായിച്ച പോലെ മുഴുവൻ സമയ പ്രവർത്തകനായി നടന്നിട്ടും എനിക്ക് ആരെയും കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ സിൽക്കോർത്തിന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്, 6 മാസക്കാലമായി ഞാൻ ഇങ്ങനെ നടക്കുന്നു, ആരെയും കിട്ടിയില്ല. ഡോക്ടർ സിൽക്കോർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യമാണിത്: ഒരു സുവിശേഷ പ്രചരകനെ പോലെ നീ പെരുമാറരുത്. അവരോട് മെന്റൽ ഒബ്സഷൻ, ശരീരത്തിന് മദ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മദ്യം ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ശാരീരിക അലർജിയെക്കുറിച്ച്, മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് അവനോട് പറയണം. ഈ സിദ്ധാന്തം കിട്ടിയത് എവിടുന്നാണ്? ബിൽ ഡബ്ല്യുവിനെ കിട്ടിയത് ഒരു പക്ഷേ നമ്മുടെ ഡോക്ടർ സിൽക്കോർത്തിൽ നിന്നായിരിക്കാം. അതും കൂടി ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത 2ാമത്തെ കാര്യം എന്താണ്? ഫൈൻഡ് ഔട്ട് ഓൾ യു ക്യാൻ അബൌട്ട് ദ ന്യൂ കവർ. നിനക്ക് ഈ പുതിയ ആളുകളെ കുറിച്ച് നിനക്കറിയാവുന്ന എല്ലാ കാര്യം, ഒരു നവാഗതനെ കുറിച്ച് ഞങ്ങൾ മലയാളത്തിൽ വായിക്കാം. ആൽക്കോളിക്സ് അനോണിമസിലേക്ക് ഒരു നവാഗതനെ നിങ്ങൾ കണ്ടെത്തപ്പോൾ അയാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അയാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഹിസ് ബിഹേവിയേഴ്സ്, അവന്റെ പെരുമാറ്റം, പ്രവർത്തന രീതി. ഹിസ് പ്രോബ്ലം, അല്ലെങ്കിൽ അവന്റെ ഈ പ്രശ്നം എന്താണ്? ഹിസ് ബാക്ക്ഗ്രൗണ്ട്, അവന്റെ പശ്ചാത്തലം, അവൻ ഏത് ജോലിയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവന്റെ കുടിരീതി, അങ്ങനെയൊക്കെ. അവന്റെ ദ സീരിയസ്നെസ് ഓഫ് ഹിസ് കണ്ടീഷൻ. എല്ലാവർക്കും ഒരുപോലെയല്ല. ഞാൻ 32ാമത്തെ വയസ്സിൽ വന്ന പോലെയല്ല ചിലപ്പോൾ മറ്റു പലരും ആൽക്കോളിക്സ് അനോണിമസിൽ വന്നത്. ഹിസ് റിലീജിയസ് ലേണിംഗ്, നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, അവന്റെ ഈ മതപരമായിട്ടുള്ള അവന്റെ പഠനം എന്താണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ബിൽ ഡബ്ല്യു പറയാണ്, അയാൾക്ക് കൂടി നിർത്തണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അതായത് അയാൾക്ക് കൂടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെയായാൽ ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് ഉണ്ടായേക്കാവുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാവും. നമ്മൾ പലപ്പോഴും ഈ കോളിലൊക്കെ പല ആളുകളും വരാറുണ്ട്. നമുക്ക് തോന്നുന്നു അയാൾ കൂടി നിർത്തുന്ന ആഗ്രഹമുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ കുടിക്കും. അപ്പോൾ നമ്മൾ 5 വർഷം 4 വർഷമൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ അവരെ ഒരു കാലത്ത് നമ്മൾ ഫ്രീ ആയിട്ട് വിടും. എന്തുകൊണ്ടാണ്? അവന് പിന്നീടുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താതായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എപ്പോഴും ഒരു കോണ്ടാക്ട്, നമുക്ക് അവനോട് ഒരു ദേഷ്യമല്ല, നമുക്കൊരു സഹാനുഭൂതിയായിട്ടുള്ള മനസ്സാണ് വേണ്ടത്. അവനോട് ദേഷ്യപ്പെട്ട്, ഇപ്പൊ ഇന്ന് ഒരാളോട് നമ്മളിപ്പോ പറയാണ്, നീ ഇവിടുന്ന് ഇറങ്ങി പൊക്കോ, അല്ലെങ്കിൽ നീ ഇവിടെ വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് എന്ന് നമ്മൾ തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അവന് പിന്നീടുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാകും എന്നാണ് ഞാൻ വിചാരിക്കുക. ഈ ഉപദേശം അയാളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടി നൽകാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അയാളുടെ കുടുംബത്തിനോട് അത് പറയാം. രോഗമുള്ള ഒരു വ്യക്തിയോടാണ് തങ്ങൾ ബന്ധപ്പെടുന്നതെന്ന് ബോധ്യപ്പെട്ട് അവർ ക്ഷമയോടെ വർത്തിക്കണം. ആരൊക്കെ? കുടുംബാംഗങ്ങളും നമ്മളും. രോഗമുള്ള ഒരു വ്യക്തി, നമുക്കറിയില്ല, നമ്മൾ ആദ്യം വായിച്ചു, നിങ്ങൾ ആരാണ്, നമ്മൾ ആരാണ്? അയാൾ രോഗിയാണോ, രോഗത്തിന് അടിമയാണോ, അമിത മദ്യപാന രോഗാവസ്ഥയിലാണോ വന്നതെന്ന് നമുക്കറിയില്ല. എനിക്കറിയില്ലായിരുന്നു. ഞാൻ 6 മാസത്തേക്ക് കുടി നിർത്താൻ വന്നവനാണ്. ആൽക്കോളിക്സ് അനോണിമസിന്റെ റൂമിന്റെ ഉള്ളിൽ ആ കസേരയിലിരുന്ന് മറ്റുള്ള ആളുകളുടെ ഷെയർ ചെയ്തപ്പോൾ ഒരാൾ ഷർട്ട് പൊക്കിയിട്ട് വയറ് കാണിച്ച് തുന്നിക്കെട്ടിയ സ്റ്റിച്ചിട്ട് ആ വയറ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അന്ത്യകൂദാശ കിട്ടിയവനാണ്, മരണത്തിലേക്ക് നീങ്ങിയവനാണ്. ഇന്ന് ഞാൻ 12 വർഷം 13 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലുണ്ട്. 18 കേസിലെ പ്രതിയായിരുന്നു ഞാൻ. അന്ന് ആൽക്കോളിക്സ് അനോണിമസിൽ വരുമ്പോൾ ഒരു കേസിൽ പ്രതിയായിരുന്നു എനിക്ക്. 18 കേസിൽ പ്രതിയായ അയാളോട് അല്ലാത്ത ഒരു ആരാധന തോന്നി, ഒരു സാമ്യത തോന്നി. ഇന്നും അയാൾ സോബറാണ്, ഞാനും സോബറാണ്. അപ്പോ ആരെയും നമ്മൾ വിലയിരുത്തത് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ ആൽക്കോളിക്സ് അനോണിമസിലേക്ക് ഓൾ ആർ വെൽക്കം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അയാളെ പ്രേരിപ്പിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അതിനർത്ഥം ചേസ് ചെയ്യരുതെന്നല്ല. ഒരാള്, ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, ചിലപ്പോൾ ഒരു പ്രാവശ്യം അയാളെ പോയി കണ്ടു, 2 പ്രാവശ്യം പോയി കണ്ടു, പക്ഷെ പിന്നീട് അവൻ വരാൻ തയ്യാറല്ലെങ്കിൽ അവനെ വിടുക.
കീപ് ചേസിങ് എന്നാണ്. ചേസ് ചെയ്തെന്നല്ല, കീപ് ചേസിങ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. അത് നമ്മൾ തെറ്റിയിരിക്കേണ്ട ഇതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കലാണ്, എൻ്റെ മനസ്സിലാക്കലുകൾ മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം വായിക്കട്ടോ. ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഹിസ് ബിഹേവിയർ, ഹിസ് പ്രോബ്ലം, ഹിസ് ബാക്ക്ഗ്രൗണ്ട്, ദ സീരിയസ് ഓഫ് ഹിസ് കണ്ടീഷൻ ആൻഡ് ഹിസ് റിലീജിയസ് ലേണിംഗ്സ്. അപ്പോൾ യു നീഡ് ദിസ് ഇൻഫോർമേഷൻ ടു പുട്ട് യുവർ സെൽഫ് ഇൻ ഹിസ് പ്ലേസ് ടു സീ ഹൗ യു വുഡ് ലൈക്ക് ഹിം ടു അപ്രോച്ച് യു ഇഫ് ദ ടേബിൾസ് ഓഫ് ടേൺ. അപ്പം മൂന്നാമത്തെ കാര്യം പറയാണ്, ഒരാൾക്ക് മദ്യപാനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ അയാളുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യമുള്ള വ്യക്തിയുമായി നന്നായി സംസാരിക്കുക. അപ്പൊ അയാളുടെ കാര്യത്തിൽ ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാരുണ്ടാവും. ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സംസാരിക്കുക. മിക്കവാറും അയാളുടെ ഭാര്യയുമായി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1939 ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിൽ ഭാര്യമാരോട് പറയുന്നുണ്ട്, നമുക്ക് കഴിവതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മിക്കവാറും നമുക്ക് മീറ്റിങ്ങുകൾ ധാരാളം ഉണ്ട്. മീറ്റിങ്ങിൽ വന്നു കഴിയുമ്പോൾ അയാളോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഓക്കെ, ഇതിപ്പോ ഇയാളുടെ കാര്യം അറിയുന്നതിന് വേണ്ടി ഭാര്യ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഭാര്യ ആ ഒരു സുബോധ ജീവിതത്തിനുള്ള സഹായത്തിന് വേണ്ടിയിട്ടുമായിരിക്കണം ഫാമിലിയുമായിട്ട് നമുക്ക് ബന്ധമുള്ളത്. അയാളുടെ പെരുമാറ്റം, പ്രശ്നങ്ങൾ, കുടുംബ പശ്ചാത്തലം, അയാളുടെ രോഗാവസ്ഥയുടെ ഗൗരവം, അയാളുടെ മതവിശ്വാസം എന്നിവയെ കുറിച്ച് വ്യക്തമായ ധാരണ ആർജിക്കുക. അപ്പൊ ഞാൻ ആദ്യമേ ഞാനിത് പറഞ്ഞതാണ്, വീണ്ടും കൂട്ടിച്ചേർത്താണ്. അപ്പോ മൂന്നാമത്തെ കാര്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം BW അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പട്ടിക മറച്ചിട്ടാൽ അയാളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ അയാൾ എങ്ങനെ സമീപിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതായത് പുട്ട് യുവർ സെൽഫ് ഇൻ ഹിസ് പ്ലേസ്, അല്ലെങ്കിൽ അവന്റെ ചെരുപ്പ് അണിയുക. എന്നിട്ട് അവന്റെ ചെരുപ്പ് അണിഞ്ഞുകൊണ്ട് അവനോട് എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ഞാൻ അവരോട് പെരുമാറുക. സിമ്പിൾ റൂളാണ്. ഒരാൾ എന്നോട് വന്നിട്ട് പറയാം, നീ അമിത മദ്യപാന രോഗിയാണ്, നീ വേലോ എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല. ഒരാൾ എന്നോട് വളരെ മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ല. എന്നോട് സ്നേഹമായി പെരുമാറിയാലോ ഞാൻ വരും. എന്നോട് കരുണാപൂർവം സംസാരിക്കുന്ന ഒരാളെ അയാളോട് സംസാരിക്കാനാണ് എനിക്ക് തീർച്ചയായും ഇഷ്ടം. വളരെ ഹാർഡായിട്ട് സംസാരിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പല സ്പോൺസർമാർ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നെങ്കിൽ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചില നല്ല ഗുണങ്ങൾ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഹാർഡായിട്ട് സംസാരിച്ച സ്പോൺസർമാരെ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ പ്രോഗ്രാമിൽ വന്നത്. കാരണം ഒരാളെയും അനുസരിക്കാത്ത, ഒരാളെയോടും മുമ്പിൽ തലകുനിക്കാൻ താല്പര്യമില്ലാത്ത, ഈ ലോകം മുഴുവനും എൻ്റെ ഉള്ളം കയ്യിലാണെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാ ആൽക്കഹോളിക്കും. ഞാനും അതിനേക്കാൾ കൂടുതലാണെന്ന് കരുതിക്കോളൂ. പക്ഷേ ഇവിടെ മറ്റൊരാളോട് പ്രവർത്തിക്കുമ്പോ നമ്മൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു പുതിയ ആളെന്ന സ്ഥാനത്ത് ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ മതി, വിഷയം തീർന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഡോണ്ട് ഡീൽ വിത്ത് ഹിം വെൻ ഹി ഈസ് വെരി ഡ്രങ്ക്. അയാൾ വളരെയേറെ കുടിച്ചിട്ടുള്ള സമയത്ത് വാക്കുകൾ ശ്രദ്ധിക്കണം. വെരി ഡ്രങ്ക്, വളരെയേറെ കുടിച്ചിട്ടുള്ള സമയത്ത്. അയാൾ കുടിച്ചിട്ടുള്ള സമയത്തൊന്നും എഴുതാമായിരുന്നു. എന്തുകൊണ്ടാണ് BW എഴുതാൻ പറ്റില്ല? കാരണം എന്താ? BWന്റെ അടുത്ത് എബീട്ട് താച്ചർ വന്നപ്പോ അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഡ്രങ്ക് ആയിരുന്നില്ല, കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചില ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുടെ കുടിയന്മാരോട് സംസാരിക്കരുതെന്നല്ല പറയുന്നത്. വളരെ വെരി ഡ്രങ്ക് ആണെങ്കിൽ, അധികമായി കുടിച്ചിട്ടുണ്ടെങ്കിൽ, അമിതമായി കുടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് ഒരു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയണ്ട. അപ്പം അതിനു മുമ്പായി 2 വരിയും കൂടി, അതായത് ഇങ്ങനെ ഈ പറയുന്ന ആളെ സമീപിക്കുന്ന ആള് ഇപ്പൊ ഈ കുടി നിർത്താൻ ആഗ്രഹമില്ലെങ്കിൽ അയാൾ വീണ്ടും ഒരു കുടിയിലേക്ക് ചെന്ന് ചാടുന്നവരെ കാത്തിരിക്കുന്നതാണ് ബുദ്ധി. ഒരു പക്ഷെ അയാളുടെ കുടുംബാംഗങ്ങൾ ഇതിനെ എതിർത്തേക്കാം. പക്ഷെ അയാൾ ഒരു അപകടകരമായ ശാരീരിക അവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ ഈ അപകട സാധ്യതയെ അഭിമുഖീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലാക്കണം. ആൽക്കഹോളിസത്തിൽ വരുന്ന എല്ലാവരും ഉടനെ തന്നെ കസേരയും വലിച്ചിട്ട് ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 16 വർഷക്കാലമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. അവര് ഒന്നില്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മോശാവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ അവൻ അഭിമുഖീകരിക്കുന്നതാണ് നന്ന്. ഒരു നെഗറ്റീവിന് ഇവിടെ നല്ലതെന്ന് വിവരിക്കുകയാണ് BW. അതായത് ഒരു മനുഷ്യന് വീണ്ടും ഒരു കുടിയിലേക്ക് ചെന്ന് ചാടി അവനുണ്ടാകുന്ന ഒരു പ്രശ്നം
ത്തിലൂടെ അവന് ആൽക്കോളിസംസിലേക്ക് കയറി വരാം. ഹിറ്റ് ദ റോക്ക് ബോട്ടം എന്നുള്ള ഒരു ആശയവും നമുക്ക് അവിടെ എടുക്കാവുന്നതാണ്. അപ്പൊ നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഡോണ്ട് ഡീൽ വിത്ത് ഹിം വെൻ ഹി ഈസ് വെരി ഡ്രങ്ക്. അമിതമായിട്ട് കുടിച്ചില്ലെങ്കിൽ അവനോട് പറയുന്നത്. അപ്പൊ അയാളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ സഹായം ആവശ്യമായ സ്ഥിതി എല്ലാം ഉണ്ടെങ്കിൽ അയാളുമായി ബന്ധപ്പെടാതിരിക്കുക. അവിടെ അത്രയും നിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വരിയും കൂടി വായിക്കാം. ഫസ്റ്റ് വിസിറ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വിസിറ്റ്, അതായത് ആദ്യത്തെ വിസിറ്റിൽ എങ്ങനെയായിരിക്കണം സംഭാഷണങ്ങൾ പോകേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ കോൺവെർസേഷൻ എന്തായിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നായിരിക്കാം നമുക്ക് ഇയാളുടെ നമ്പർ കിട്ടുന്നത്, അയാളെ സന്ദർശിക്കാൻ പോകുന്നത്. അയാൾ സുഖം പ്രാപിച്ചാൽ നിങ്ങൾ അയാളെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ഡോക്ടർക്ക് തന്നെ നിർദ്ദേശിക്കാവുന്ന. അപ്പൊ ഡോക്ടർ ആയിരിക്കും നിങ്ങളോട് അയാളെ ഒന്ന് സന്ദർശിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ആയിരിക്കാം. ഇത്തരം അവസ്ഥയിൽ താൻ ഒരു വിധത്തെ സമ്മർദ്ദത്തിൽ വിധേയപ്പെടുന്നില്ല എന്ന് അയാൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തോന്നും. കുടുംബാംഗങ്ങൾ പഴിചാരപ്പെടാതെ നിങ്ങളുമായി ബന്ധപ്പെടാനാവുമെന്ന് അയാൾക്ക് തോന്നും. പിന്നെയും പരിഭ്രാന്തി പൂണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അയാളെ സന്ദർശിക്കുക. വിഷാദമുഖനായിരിക്കുമ്പോൾ അയാൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറെടുത്ത മനസ്സുള്ളവനായിരിക്കും. അതായത് സമ്മർദ്ദത്തിന് വിധേയനായിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, അയാളുടെ മോളാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എൻ്റെ ഇമെയിൽ കിട്ടി, ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ മോള് വഴിയാണ് അത് വന്നത്. പക്ഷെ അദ്ദേഹം പിന്നീട് വന്നിട്ടില്ല. ഒരു ദിവസം വന്നു, സംസാരിച്ചു, അയാൾ തിരിച്ചുപോയി. എന്താണ് കാരണം? ആൽക്കോളിസംസിൽ എത്തിപ്പെടുന്നത് ആരെങ്കിലും തള്ളി ഇടപെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങളോ ഡോക്ടർ തള്ളിയിട്ടതുകൊണ്ട് കാര്യമില്ല. ഓരോ സമ്മർദ്ദത്തിന് വിധേയനല്ല എന്ന് നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തോന്നണം. പിന്നെ ഇതിങ്ങനെ വരുമ്പോൾ കുടുംബാംഗങ്ങൾ പഴിചാരപ്പെടാതെ, ഇപ്പൊ അവർ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി നമ്മളുമായി ബന്ധപ്പെടാനാവുന്ന അയാൾക്ക് തോന്നും. പിന്നെയും പരിഭ്രാന്തി കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ അയാളെ സന്ദർശിക്കുക. വിഷാദമൂലം അയാൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറെടുത്ത മനസ്സുള്ളവനായിരിക്കും. ഓക്കെ, അതാണ് നാലാമത്തെ ഒരു അനുബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഞ്ചാമത്തെ കാര്യം പറയാ, സീ യുവർ മാൻ അലോൺ വിത്തൗട്ട് ഫാമിലി മെമ്പേഴ്സ് പ്രസന്റ്. അറ്റ് ഫസ്റ്റ് എൻഗേജ് ഇൻ ജനറൽ കോൺവെർസേഷൻ. അതായത് സീ യുവർ മാൻ അലോൺ, നിങ്ങൾ സഹായം നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആളെ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് കാണുക. ആദ്യമൊക്കെ പൊതുവായ സംഭാഷണം ഒഴുകുക. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു മെമ്പറെ കാണണമെന്നാണോ? ഒറ്റയ്ക്ക് പോയി ആശുപത്രിയിൽ പോകണമെന്നാണോ? ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. വളരെ ഒരു പ്രാവശ്യം മാത്രം ഒരു ആത്മഹത്യക്ക് ശ്രമിച്ച് വീട്ടിൽ പോയി അയാളെ പോയി കണ്ടു. ഒറ്റയ്ക്ക് പോയാണ് അയാളെ കണ്ടത്. പക്ഷെ അയാളോട് ഞാൻ ഒരു കഥ പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നീട് എപ്പോഴും ഗ്രൂപ്പായിട്ട് 1-2 പേരെൻ്റെ കൂടെ ആൽക്കോളിസംസിലെ അംഗങ്ങളായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആൽക്കോളിസംസിൽ വരുന്ന ഒരാളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരാൾ വരുമ്പോൾ 2 പേര് കൂടി പോയി കാണുന്നതാണ്. അയാളെ ഒറ്റയ്ക്ക് കാണണം. അയാളുടെ ഫാമിലി ചുറ്റും ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ അയാളെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ, ഒരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കാറിലിരുന്നോ ഒക്കെ നമുക്ക് സംസാരിക്കാം. ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്, അങ്ങനെ നമുക്ക് സംസാരിക്കാം. സീ യുവർ മാൻ അലോൺ. അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ആളെ ഒറ്റയ്ക്ക് കാണുക. അറ്റ് ഫസ്റ്റ് എൻഗേജ് ഇൻ ജനറൽ കോൺവെർസേഷൻ. പൊതുവായ കോൺവെർസേഷൻ. നമുക്ക് സ്പേസിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റു എന്തൊക്കെയുണ്ട്, ഇപ്പോഴത്തെ ജോലിയെ പറ്റി സംസാരിക്കാം, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി പലതും സംസാരിക്കാം. മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണല്ലോ. അപ്പൊ പൊതു സംഭാഷണങ്ങൾ. അവനിപ്പോ ഒരു സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ട്, ഫുട്ബോളർ ആണെങ്കിൽ ഫുട്ബോളറിനെ കുറിച്ച് സംസാരിക്കാം. അവൻ നേഴ്സാണെങ്കിൽ നേഴ്സിംഗ് ജോബിനെ പറ്റി സംസാരിക്കാം. അവനൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ പൊതുവായ സംഭാഷണങ്ങൾ, അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഞാൻ പൊതുവായ സംഭാഷണങ്ങളിലേക്ക് മുഴുകുക. കുറെ കഴിഞ്ഞ സംഭാഷണം കുടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് തിരിച്ചുവിടുക. അപ്പോ പൊതുവായ സംഭാഷണത്തിലൂടെയാണ് തുടങ്ങുക. ചാടിക്കേറി നമ്മൾ ആൽക്കോളിസത്തെ കുറിച്ച് സംസാരിക്കരുത്. അയാളെ കുറിച്ച് സ്വയം സംസാരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് അയാളോട് നിങ്ങളുടെ മദ്യപാനശീലത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രത്യേക ലക്ഷണങ്ങളെ കുറിച്ചും, അതായത് നമ്മളുടെ പ്രത്യേക നമ്മുടെ ബിഞ്ച് ഡ്രിങ്കിങ്ങൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും ഇടയ്ക്കിടയ്ക്ക് നിർത്തുമെന്ന് പറയാം അല്ലേ. ഞാൻ കുടിക്കുമ്പോൾ വലിയ ഡ്രങ്കാണ്, വീട്ടിൽ വയലന്റ് ആവുന്നുണ്ട്, പോലീസിന്റെ കാര്യങ്ങൾ പറയാം. പിന്നെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മതിച്ചുല്ലസിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ അവസ്ഥകളും ഒക്കെ നമുക്ക് അവരോട് പറയാം. അങ്ങനെ അവനുമായിട്ടൊരു നർമ്മ സല്ലാപത്തിൽ അല്ലെങ്കിൽ നർമ്മ സംഭാഷണത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്.
അത് കഴിഞ്ഞിട്ട് ഈ കുടി എങ്ങനെ തുടങ്ങിയെന്നും അതെങ്ങനെ വികസിപ്പിച്ചു എന്നും പറയുക എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നമ്മുടെ കുടിശീലങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഒരു പഗ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കുമായിരുന്നു. ഒരു കുപ്പിയുടെ അടപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തിരിച്ച് അടയ്ക്കാൻ പറ്റില്ല, അത് തീരുന്നത് വരെ ഞാൻ വേവലാതി പോയിട്ടിരുന്നു വീണ്ടും കുടിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പറയാം. പിന്നീട് കുടിച്ചിട്ടുണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ നമുക്ക് പറയാം. പിന്നെ ഞാൻ ഡ്യൂട്ടിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഞാൻ കുടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറയാം. അങ്ങനെ അവനോട് സംസാരിച്ചു കൊണ്ട് കഴിഞ്ഞതിന് ശേഷം അയാളെ കുറിച്ച് സ്വയം സംസാരിക്കുന്നതിനായി പ്രോത്സാഹിപ്പിക്കണം. അയാള് സ്വയം സംസാരിക്കണം. അയാളുടെ മദ്യപാനശീലത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രത്യേക ലക്ഷണത്തെക്കുറിച്ചും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചും പറയുക. അയാൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവല്ല, അയാളെ അതിന് സഹായിക്കുക. അപ്പോൾ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അയാളും അതിനെ സഹായിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൂടുതൽ നല്ല ധാരണ ലഭിക്കുന്നു. അപ്പോ അവനെ കേൾക്കണം അല്ലെ, നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അവനോടും കൂടുതൽ കേൾക്കാനായിട്ട്. അല്ലെങ്കിൽ അവന്റെ കുടിശീലത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം, ഇപ്പൊ കാറിന്റെ ആക്സിഡന്റിന്റെ കാര്യം പറയുമ്പോൾ അവൻ അയ്യോ കഴിഞ്ഞ മാസം എനിക്കും ഇതുണ്ടായി, അല്ലെ എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓ എന്റെ അമ്മോ എനിക്കിത് 4ാമത്തെ ജോലിയാ, എന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്ത് സംസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അവൻ പറയുമ്പോൾ അവന്റെ കഥ പൂർണ്ണമായും പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റോറിയിലേക്ക് കടന്നു പോകണം. ബാറിൽ അങ്ങനെയല്ല. ബാറിൽ എങ്ങനെയാ, ഞാൻ മാത്രം സംസാരിക്കുന്നു, എല്ലാവരുടെ ഉച്ചത്തിൽ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു ഇതല്ല. ഇതില് നമ്മുടെ കുടിക്കഥകൾ പറയുന്നതോടൊപ്പം അവന്റെ കുടിക്കഥകൾ കേൾക്കാനും നമ്മൾ തയ്യാറാകുന്നു. അടുത്ത 6ാമത്തെ കാര്യമാണ്, ആഫ്റ്റർ എ വൈൽ ടേൺ ദ ടോക്ക് ടു സം ഫേസ് ഓഫ് ഡ്രിങ്കിങ്, ടെൽ ഹിം എനഫ് അബൌട്ട് യുവർ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. നമ്മുടെ ഇത് കുറെ കഴിഞ്ഞ സംഭാഷണം കുടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് തിരിച്ചു, അയാളെ കുറിച്ച് അത് നമ്മൾ വായിച്ചു. അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നതിനുള്ള ധാരണ ലഭിക്കുന്നത്. അയാൾ ആശയവിനിമയം നടത്തുന്നതിൽ വിമുഖത ഉള്ളവനാണെങ്കിൽ നിങ്ങൾ കുടി നിർത്തുന്നത് വരെയുള്ള നിങ്ങളുടെ മദ്യപാന ജീവിതത്തിന്റെ ഒരു നഖചിത്രം അയാൾക്ക് നൽകുക. ഒരു ചെറിയ ഒരു ചിത്രം, അതായത് കുടി നിർത്തി എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവൻ ഇഫ് ഹി വിഷസ് ടു ടോക്ക് ലെറ്റ് ഹിം ഡു സോ. അവൻ സംസാരം ആഗ്രഹിക്കുന്നില്ല, അവൻ അങ്ങനെ അപ് ടു ദ ടൈം യു ക്വിറ്റ്. അതായത് അവൻ സംസാരിക്കുമ്പോൾ നമ്മളിത് പറഞ്ഞതിന് ശേഷം, നമ്മൾ ഈ പറയുന്ന കുടി നിർത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പക്ഷേ അതെങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് കുറെ സമയത്തേക്ക് അയാളോട് ഒന്നും പറയാതിരിക്കുക. അയാൾ ഒരു ഗൗരവമാണെന്ന മാനസികാവസ്ഥയിലാണ് അയാളുടെ ധാർമ്മിക പ്രബോധനം നടത്തുകയോ പ്രസംഗം ചെയ്യുകയോ എന്നാണെന്ന് തോന്നൽ ഉണ്ടാകത്തക്ക നിലയിൽ നിങ്ങൾക്ക് മദ്യം മൂലം ഉപയോഗിച്ച കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതായത് എന്താണ് ധാർമ്മികത? അതായത് ഞാൻ മദ്യം കഴിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഉണ്ടായി, പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു പ്രബോധനം നടത്തുന്നതല്ല. മദ്യം മൂലം ഉണ്ടായ കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഗൗരവമുള്ള ഒരാളാണെങ്കിൽ, വളരെ ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള ആളുകളാണ് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കുടിച്ച് ഗൗരവത്തിലിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പൊ തലേ ദിവസത്തെ ഇപ്പൊ ഞാനൊക്കെ ടി വി തല്ലി പൊളിച്ച് അല്ലെങ്കിൽ കാർ കൊണ്ട് ഇടിച്ച് അങ്ങനത്തെ പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരു മെമ്പർ വന്നിട്ട് വലിയ ധാർമ്മിക പ്രബോധനം നടത്തി അവനത് കേൾക്കില്ല, ഒന്നും പറയില്ല, പക്ഷെ കേൾക്കില്ല. പക്ഷെ വളരെ അപ്പൊ അതിനെ കുടിപ്രശ്നങ്ങളെ കുറിച്ച് പറയുക. അതിനുശേഷം അടുത്തത് ഗൗരവമുള്ള ആളുടെ അടുത്ത് രണ്ടാമത്തെ ആളുടെ കാര്യം പറയാണ്. ലാഘവമുള്ള ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ അയാളുടെ ഫലിതപൂർണമായ നിങ്ങളുടെ മദ്യപാന വീരകഥകൾ പറയുക. മദ്യപാനം മൂലം ഉണ്ടായ തമാശയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് തമാശ. അയാളുടെ അത്തരം ചില കഥകൾ പറയാൻ അയാളെയും പ്രോത്സാഹിപ്പിക്കുക. അതായത് ആ കഥകൾ പറയാനായിട്ട് അയാളെയും പ്രോത്സാഹിപ്പിക്കുക. നോട്ട് ടു മോറലൈസ് ഓർ ലെക്ചർ. അതായത് നമ്മൾ ധാർമ്മികതയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠനങ്ങൾ നടത്താതിരിക്കുക. ഇനി 7ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. വെൻ ഹി സീസ് യു നോ ഓൾ അബൌട്ട് ദ ഡ്രിങ്കിങ് ഗെയിം കമൻസ് ടു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ആസ് ആൻ ആൽക്കഹോളിക്. മദ്യപാന വിനോദത്തിന് ഒട്ടുമുക്കാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങുമ്പോൾ ഒരു അമിത മദ്യപാന രോഗി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് വിവരിച്ചു കൊടുക്കുക. അപ്പോ ആൽക്കഹോളിസം എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലായി അങ്ങനെ പറയുമ്പോൾ അവൻ കേൾക്കാൻ തുടങ്ങും. അതിനുശേഷമാണ് 2 വാക്കുകൾ പറയാണ്. എത്രമാത്രം കബളിപ്പിക്കട്ടവനായിരുന്നു നിങ്ങളെന്നും അവസാനം അങ്ങനെ നിങ്ങളൊരു രോഗിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അയാളോട് പറയുക. അതായത് ആൽക്കഹോളിസം അനോണിമസിൽ വന്നതിന് ശേഷം ഞാൻ മദ്യപാന കാലഘട്ടത്തിൽ എത്രമാത്രം കബളിപ്പിക്കപ്പെട്ടു എന്നും അവസാനം ഇങ്ങനെ ഈ പറയുന്ന
രോഗം ആണ് രോഗിയാണെന്ന് മനസ്സിലാക്കിയെന്നും അയാളോട് പറയണം. 8ാമത്തെ കാര്യം എന്താണ്? When he sees you know all about the drinking game, comes to discover yourself. Sorry, 8ാമത്തെ കാര്യം, tell him how baffled you are, how you finally learned that you were sick. Give him an account of the struggle you made to stop. Show him the mental twist, the obsession which leads to the first trick of the spree. ഫിസിക്കൽ ക്രൈവിങ്ങിനെ കുറിച്ച് പറയുക. അതായത് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ വിവരണം അയാൾക്ക് നൽകുക. അമിതാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു കുടിയിലേക്ക് നയിച്ച പെട്ടെന്നുണ്ടായ മാനസിക ചായ്വിനെ അയാളോട് പറയുക. അതായത് മെന്റൽ ഒബ്സെഷൻ. അമിത മദ്യപാനാസക്തിയെ കുറിച്ചുള്ള അധ്യായത്തിൽ ഞങ്ങൾ വിവരിച്ചതുപോലെ നിങ്ങൾ ഇത് ചെയ്യുവാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. അതായത് മദ്യപാനാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അല്ലെ അതിനകത്ത് എന്താണ് പറയുന്നത്? അതിനകത്ത് പറയുന്നതെല്ലാം ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്നാണ്. ആദ്യത്തെ കുടിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മോചനം തേടുന്നതെന്നാണ്. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണെങ്കിൽ അയാൾ നിങ്ങളെ ഉടനെ മനസ്സിലാക്കും. നിങ്ങളുടെ മാനസികമായ അസന്തുലിതാവസ്ഥകൾ അയാളുടേതുമായി യോജിക്കുന്നതാണ് എന്ന് അയാൾ കരുതി തുടങ്ങും. അതായത് നമ്മളുമായിട്ട് ഒരു സാമ്യത, നിങ്ങളുടെ മാനസികമായ അസന്തുലിതാവസ്ഥകൾ അയാളുടേതുമായി യോജിക്കുന്നതാണെന്ന് അയാൾ കരുതി തുടങ്ങും. അപ്പൊ ഒരു നമ്മൾ തമ്മിൽ, ആ പുതിയ ആളും നമ്മളും തമ്മിൽ ഒരു മാനസികമായ ഐക്യം വരും. മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ നമുക്കറിയാം, ഇത് വിവരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ ആദ്യം വായിച്ച് ഏതാ, നമുക്ക് എപ്പോഴും ക്രേവിങ് ഉണ്ടാവും. ആ ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ നമുക്ക് കുടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുടിച്ച് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലുകൾ നഷ്ടപ്പെട്ടവനെ പോലെയാണ്. കാലുകൾ വളരുന്നില്ല. ഒരാൾ കാല് മുറിച്ചു കഴിഞ്ഞാൽ കാല് വളരുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ മദ്യാസക്തനായ ആള് ജീവിതത്തിൽ അവന്റെ മരണം വരെ മദ്യാസക്തനാണ്. എപ്പോഴും നന്നായി കുടിക്കാൻ പറ്റുന്ന ചിന്തിച്ച് ഒരു പെഗ് എടുത്തിരുന്ന ഞാൻ ഫുള്ളിലേക്കും 2 ഫുള്ളിലേക്കും മോശമായ കുടിയിലേക്കാണ് പോകുന്നത്. ഇതുവരെയും ശാസ്ത്രം ഇതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ 2025 പറയുമ്പോഴും ഇതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല. ഭാവിയിൽ ഒരു പക്ഷെ ശാസ്ത്രം എന്തെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേക്കാമെന്ന് അദ്ദേഹം 1939 എഴുതി വെച്ച അതേ കാര്യം തന്നെ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇന്ന് വരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ അമിത മദ്യപാന രോഗികൾ ഒരുപാട് പേർ ഞങ്ങൾ ഈ തരത്തിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. അമിത മദ്യപാനാസ്തികൾ ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറില്ല. ഞങ്ങളെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് പലതവണ സ്വയം പരീക്ഷണങ്ങൾ നടത്തി ഞങ്ങൾ ഈ പൊതുതത്വത്തിന് അപവാദമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. നിയന്ത്രണമില്ലാത്ത തരത്തിൽ കുടിച്ചിരുന്ന ആരെങ്കിലും ഒറ്റയടിക്ക് മാനിനെ പോലെ കുടിക്കാൻ പറ്റുന്നവനായി പിന്നീട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരെ പോലെ മദ്യപിക്കുവാൻ ഞങ്ങൾ എത്ര കഠിനമായും സുദീർഘമായും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മറ്റുള്ളവരെ പോലെ കുടിക്കാൻ ശ്രമിച്ച് വർഷങ്ങളും മാസങ്ങളും നമ്മൾ കളഞ്ഞു. നമ്മുടെ ജോലി കളഞ്ഞു, നമ്മുടെ സമ്പാദ്യശീലം കളഞ്ഞു, നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു, നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ടു, അങ്ങനെ പല നല്ല കുടുംബാന്തരീക്ഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയ ചില രീതികൾ താഴെ പറയുന്ന പ്രകാരമാണ്. അപ്പൊ പുതിയ ആളോട് സംസാരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു ഫുട് നോട്ട് അല്ലെ അടിക്കുറിപ്പായിട്ട് പറയുന്നതാണ്. ചില രീതികൾ നമ്മൾ പരീക്ഷിച്ചു നോക്കണം. അതായത് ബിയർ മാത്രം കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക, അതായത് കൂട്ടുകൂടി കുടിക്കുക, രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക, അതായത് രാവിലെ കുടിക്കാതിരിക്കുക, വൈകുന്നേരം കുടിക്കുക, വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, മദ്യം വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ജോലി സമയങ്ങൾ ഒരിക്കലും കുടിക്കാതിരിക്കുക, ജോലിക്ക് മുമ്പ് കുടിക്കാതിരിക്കുക, പാർട്ടികളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്കോച്ചിന് പകരം ബ്രാൻഡി ആക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക, ജോലി സമയത്ത് കുടിച്ചവൻ മാത്രമേ രാജിവെക്കാമെന്ന് സമ്മതിക്കുക, യാത്ര പോവുക, യാത്ര പോകാതിരിക്കുക, ഒരിക്കലും കുടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക, കൂടുതൽ ശരീര വ്യായാമം ചെയ്യുക, പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ പോവുക, സ്വയമേ ചികിത്സാലയങ്ങൾക്ക് പോവുക, അതായത് എത്രയോ പ്രാവശ്യം ഡീഅഡിക്ഷൻ സെന്ററിലേക്ക് പോവുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക എന്ന് വേണ്ട അപാരതകളിലേക്ക് നീട്ടിക്കൊണ്ടുപോകാനുള്ള പട്ടിക ഞങ്ങൾക്കുണ്ടാകാം. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ആരെയും അമിത മദ്യപാന രോഗി എന്ന് മുദ്ര കുത്തുകയില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ തന്നെ രോഗനിർണയം നടത്താൻ പറ്റും. അപ്പോ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അടുത്തുള്ള ഒരു മദ്യഷാപ്പിലേക്ക് കയറൂ, എന്നിട്ട് നിങ്ങൾ ഒന്ന് കുടിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് കൂടി നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സത്യസന്ധത പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താനായിട്ട് വൈകിക്കേണ്ടി വരില്ല. അമിത മദ്യപാന രോഗിയാണോ എന്നുള്ള ആ ഇതിനു വേണ്ടിയിട്ട് ഒരു എക്സർസൈസ് പറയുകയാണ്. നിങ്ങളൊരു ഷാപ്പിലേക്ക് കയറിയിട്ട് വീണ്ടും കുടിക്കാൻ ഡെയിലി വന്ന ആളോട് പറയുകയാണ്, അല്ലെങ്കിൽ ആൽക്കോളിക് അനോണിമസിനോട്, നമ്മൾ പുതിയതായി കൊണ്ടുവരുന്ന ആളോട് ഇങ്ങനെയൊക്കെ BWന്റെ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്.
തെളിയിക്കാൻ വഴിയൊന്നുമില്ലെങ്കിലും തുടക്കത്തിലെ തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ കുടി നിർത്താമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയും ധാരാളം സമയം മുന്നിലുള്ള അക്കാലത്തൊക്കെ കുടി നിർത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. 32ാമത്തെ വയസ്സിൽ ആൽക്കോളിസംസിന്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇനിയും എനിക്ക് സമയമുണ്ട്. അവിടെ ഇരിക്കുന്ന മുടി നരച്ച നല്ല ഷേവ് ചെയ്ത കതറും ഇട്ട വയസ്സായ ആളുകൾ പെൻഷൻ പറ്റി മക്കളെല്ലാം കെട്ടിച്ചു വിട്ടിട്ട് പെൻഷൻ പണം കൊണ്ട് ഇവിടെ വന്നിരുന്ന് എന്നോട് ഉപദേശിക്കുകയാണെന്നാണ് 32ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 32 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചത്. പക്ഷെ കീപ് ഗോയിങ്, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ കീപ് കമ്മിങ് ബാക്ക് എന്ന് കേട്ടു, 90 ഡേയ്സ് 90 മീറ്റിംഗ് എന്ന് കേട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കൂടെ ഉള്ളതെല്ലാം ഇന്ന് ഉണ്ടത് എൻ്റെ ഭാഗ്യമാണ്. കുടി തുടർന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ട 22ാമത്തെ വയസ്സിൽ എൻ്റെ ആശുപത്രി പ്രവേശനം മുതൽ പല കാര്യങ്ങളും ഇനിയും മരണത്തിലേക്ക് എന്നെ നയിച്ചേക്കാം, ആത്മഹത്യയിലേക്ക് എന്നെ നയിച്ചേക്കാം എന്ന് ഞാൻ വിശ്വസിച്ചു. അല്ലെങ്കിൽ അവർ പറയുന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇനി മുന്നിലുള്ളത് 4 മിനിറ്റാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 6ാമത്തെ കാര്യം പറഞ്ഞതിന് 7ാമത്തെ കാര്യം മുതൽ നമുക്ക് മറ്റൊരു ദിവസം എനിക്ക് അവസരം തരികയാണെങ്കിൽ ഞാൻ പിന്തുടരാം. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു ശിബു ചേട്ടാ, താങ്ക് യു. ഇത്ര നേരം ഞങ്ങളോടൊത്ത് അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം, ഒരു അമിതമദ്യപാനിയായ ഒരാളെ എങ്ങനെ ആൽക്കഹോളിക് ആണെന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കൂട്ടായ്മയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഇന്ന് ശിബു ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഒരു ന്യൂ കമ്മറിനെ എങ്ങനെ ഇവിടോട്ട് എത്തിക്കും